لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ظلمت سنة من أحيا الظلام إلى أن اشتكت قدما الضر من ورمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ പണ്ഡിതന്മാർ, ഈ നാടിൻ്റെ ഉമറാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ച് ദീനിയായ നസീഹത്ത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള മജ്ലിസ് അള്ളാഹു ഇത് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളെ എല്ലാ പൊരുത്തവും മദതുമുള്ള മജ്ലിസാക്കി അള്ളാഹു ഈ മജ്ലിസിനെ മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ദീർഘമായൊരു സംസാരമല്ല, കൃത്യമായ സമയത്തിൻ്റെ ഉള്ളിൽ ഇവിടെ നേരത്തെ അറിയിക്കപ്പെട്ട വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ്. അനുധാവനത്തിൻ്റെ ആനന്ദം എന്ന വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സംസാരിക്കാനുള്ളത്. ഇന്ന് തുടക്കാണ്, അപ്പോൾ കുറച്ച് വൈകിയായിരിക്കും എന്നൊക്കെ ആളുകളുടെ ഒരു ധാരണ ഉണ്ടാവും. വൈകണ്ട നമുക്ക് നേരത്തെ തുടങ്ങിക്കളയാമെന്ന് ഉസ്താദിനോട് ഞാൻ തന്നെ പറഞ്ഞു. ഇവിടെ കുറച്ച് നേരം ഇരിക്കുന്നോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇവിടെ പരിസരങ്ങളിൽ എത്തിപ്പെട്ട എല്ലാ ആളുകളും സദസ്സിൽ സന്തോഷപൂർവ്വം കടന്നിരിക്കലാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണോ ഒരുമിച്ച് കൂടുന്നത്, നമ്മൾ ആർക്കു വേണ്ടിയാണോ ഒരുമിച്ച് കൂടുന്നത്, എന്തൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ നമ്മൾ സംഗമിക്കുന്നത്, ആ മഹാനുഭാവന്റെ പൊരുത്തത്തിനും ഇഷ്ടത്തിനും സബബാകുന്നതാണ്. ഉറൂസിന്റെ പരിപാടിക്ക് വന്നാൽ ഉണ്ടാകുന്നൊരു പ്രശ്നം, പരിസരത്തൊക്കെ കച്ചവടങ്ങളുണ്ടാകും.
കച്ചവടക്കാരെ കച്ചവടം നടക്കണം ശരിയാണ്. പക്ഷെ അത് വയല് തുടങ്ങുന്നതിന് മുമ്പുള്ള കച്ചവടം കാര്യമായി നടക്കുക. ഇൽമിന്റെ മജ്‌ലിസ് ആരംഭിച്ചാൽ പിന്നെ ആ മജ്‌ലിസിലേക്കാണ് എല്ലാവരുടെ കൽബുണ്ടാകേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ രണ്ട് കുഴപ്പമുണ്ട്. ഒന്ന്, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കിട്ടൂല എന്നതാണ്. രണ്ടാമത്തെ ഒന്ന്, ഇങ്ങനെ ഒരു ഇൽമ പറയപ്പെടുന്ന മജ്‌ലിസ് എന്റെ തൊട്ട് പരിസരത്തുണ്ടാകുമ്പോൾ ഞാൻ അശ്രദ്ധമാകുക എന്നത് അതിനോട് കാണിക്കുന്ന ഒരു അനാദരവ് കൂടെയാണ്. അപ്പൊ വലിയന്റെ ഉറൂസിനനുബന്ധിച്ച് അവരുടെ പൊരുത്തം കിട്ടണമെന്ന് കൊതിച്ച് വന്നിട്ട് നമുക്ക് നേരെ വിപരീതമായ ഒരു ഫലം ഉണ്ടാകാൻ പാടില്ലല്ലോ, അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ സദസ്സിനോട് സ്നേഹം കാണിച്ച് ആദരവ് കാണിച്ച് പരിസരത്തു നിന്നൊക്കെ സദസ്സിലേക്ക് വന്നിരിക്കുക. ഇൽമിന്റെ മജ്‌ലിസ് സ്വർഗത്തിന്റെ തോപ്പാണ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു തോട്ടം കണ്ടാല് എങ്ങനെയാണ് അതിനോട് സമീപിക്കേണ്ടത്? ഫർതഉ ഇലൈഹ, ആ തോട്ടത്തിൽ കയറി അങ്ങ് മേയണമെന്ന്, വരമ്പത്ത് നോക്കി നിൽക്കണം എന്നല്ല. മതിലിന്റെ പുറത്തിങ്ങനെ ആ ഒരു സംഗതിയെ നിരീക്ഷിച്ചിരിക്കണമെന്നല്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച വാചകം ഫർതഉ ഇലൈഹ, ആ തോട്ടത്തിൽ ഇറങ്ങി അങ്ങ് മേയണം എന്നാണ്. അപ്പൊ ഇൽമിന്റെ ആ മജ്‌ലിസിൽ കടന്നു വന്നിരുന്നിട്ട് ആവോളം അത് ആസ്വദിക്കണം, അത് അനുഭവിക്കണം, അത് മനസ്സിലാക്കണം എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം. സ്ത്രീകളായ ആളുകൾ അവര് പാലിക്കേണ്ട അച്ചടക്കങ്ങളൊക്കെ പാലിച്ച് ഇൽമിന്റെ മജ്‌ലിസിൽ ഹിജാബോടുകൂടെ തന്നെ ഇരിക്കേണ്ടവരാണ്. അവിടെ ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക അത് സ്ത്രീകൾക്ക് പറ്റുന്ന ഏർപ്പാടല്ല. തുടക്ക ദിവസമായതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പറയൽ ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷയത്തിന്റെ ഒരാമുഖത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയുള്ള എല്ലാ ദിവസത്തെ ഉസ്താദുമാർക്കൊരു എളുപ്പാവുമല്ലോ. അപ്പൊ നമ്മള് സ്ത്രീകളായ ആളുകൾ നമ്മൾ ആഖിറത്തിലേക്ക് കൂലി കിട്ടാൻ വേണ്ടിയാണ് ഈ ഉറൂസിന് വരുന്നത്. മഹാന്മാരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ് വരുന്നത്. അങ്ങനെ വരുന്ന നമ്മൾ അവരുടെ പൊരുത്തക്കേട് സമ്പാദിച്ചിട്ട് പോകരുത്, അള്ളാഹുവിന്റെ അനിഷ്ടം സമ്പാദിച്ചു പോകരുത്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തും പ്രവർത്തിച്ചും അതിനുവേണ്ടി സമയം ചെലവഴിച്ചും പോയാൽ ഉപകാരത്തിലേറെ ഉപദ്രവം നമ്മുടെ ഈ വരവ് കൊണ്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാ ഉമ്മമാരും അച്ചടക്കത്തോടെ ഈ സദസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ട് മറ്റെല്ലാ ഏർപ്പാടുകളിൽ നിന്നും മാറിയിട്ട് പരമാവധി ഹിജാബോടെ അന്യപുരുഷന്മാരോട് ഇടകലരാതെ ഇഖ്തിലാത്തില്ലാതെ, അതൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഷ്ടപ്പെടുന്നതല്ല. അവിടത്തേക്ക് അനിഷ്ടമുള്ള കാര്യമാണ്, താല്പര്യമില്ലാത്ത കാര്യമാണ്, വിരോധിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് കണ്ട ആണുങ്ങളോട് സംസാരിക്കാൻ നമുക്ക് പറ്റൂല, അതേപോലെ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ നമുക്ക് പറ്റൂല. സ്ത്രീകളായ ആളുകൾ അവരുടെ ഹിജാബിനെ പരിഗണിച്ച് സദസ്സിൽ കയറി ഇരുന്ന് അദബ് പാലിച്ച് ഈ സദസ്സ് കഴിയുന്നവരെ ഇരുന്നാൽ മഹാന്മാരുടെ പൊരുത്തം നമുക്ക് കിട്ടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം നമുക്ക് സമ്പാദിക്കാൻ പറ്റും. ഈ മര്യാദകളൊക്കെ പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് പാലിക്കാൻ കഴിയാത്ത ആളുകൾ ഇത്തരം സദസ്സിൽ വന്നാൽ അവർക്ക് ഖൈർ ഉണ്ടാകുന്നതിന് പകരം ശർറാണ് സംഭവിക്കുക. ഇത് പറയലും ഓർമ്മപ്പെടുത്തലും പണ്ഡിതന്മാരുടെ ബാധ്യതയായതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. നമ്മളത് ഗൗരവത്തിൽ കാണേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ പറഞ്ഞിടത്തു നിൽക്കണം. അതാണ് ഇത്തിബാ എന്ന് പറയുന്നത്. ഇന്നത്തെ വിഷയം തന്നെ അതാണല്ലോ. അതിന്റെ അപ്പുറത്തു പോകാൻ നമ്മൾ പാടില്ല. അവിടെ നമ്മുടെ യുക്തിക്ക് പ്രസക്തിയില്ല, നമ്മുടെ ആലോചനക്ക് പ്രസക്തിയില്ല, നമ്മുടെ വൈകാരികതയ്ക്ക് പ്രസക്തിയില്ല, നമ്മുടെ ഹവൻ നഫ്സിന് പ്രസക്തിയില്ല. നമ്മളുടെ എല്ലാ ചിന്തകളെക്കാളും പ്രസക്തമായി നിൽക്കേണ്ടത് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങള്. കാരണം
എല്ലാത്തിനും ഏറ്റവും പെർഫെക്റ്റായ മാതൃക അത് സയ്യിദുൽ അബ്റാർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണല്ലോ. പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തിരുദൂതരിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ആർക്കാണ് ആ മാതൃക സ്വായത്തമാക്കാൻ പറ്റുന്നത്, സ്വീകരിക്കാൻ പറ്റുന്നത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലാഹുവിന്റെ പൊരുത്തം കൊതിക്കുന്നവർക്ക്, അല്ലാഹുവിന്റെ ഇഷ്ടം താല്പര്യപ്പെടുന്നവർക്ക് പ്രവാചകരിൽ മാതൃകയുണ്ട്. വൽ യൗമൽ ആഖിർ, അവസാന നാളിൽ വിശ്വസിക്കുന്ന ആൾക്കും ഖിയാമത്ത് നാളിൽ നന്മ തിന്മകളൊക്കെ തീരുമാനിച്ച് വിധി കൽപ്പിക്കപ്പെടുന്ന ഒരു ലോകത്തെക്കുറിച്ച് വിശ്വസിക്കുന്നയാൾക്കും ആ വിശ്വാസമുള്ളയാൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നത് അത് വർദ്ധിപ്പിക്കേണ്ടതുമാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ അതിന്റെ വസീല എന്താണ്? അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കലും അവിടുത്തെ ഇത്തിബാ ചെയ്യലുമാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, പറയാൻ വേണ്ടി ഖുർആൻ കൽപ്പിച്ചല്ലോ. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബിനോട് നിങ്ങൾക്കും ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നുവെങ്കിൽ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവരാണെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. എന്നാൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബിന്റെ പൊരുത്തവും അവന്റെ ഇഷ്ടവുമാണ് നിങ്ങളെ കൊതിയെങ്കിൽ, നിങ്ങളെ താല്പര്യമെങ്കിൽ, നിങ്ങളെ ജീവിതത്തിന്റെ ലക്ഷ്യമെങ്കിൽ, ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട വഴി എന്നെ പിൻപറ്റലാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ എന്നെ നിങ്ങൾ പിൻപറ്റിയാലോ, ആ പിൻപറ്റിയാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കും എന്ന് മാത്രമല്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറെ പൊറുക്കുന്നവനും വല്ലാതെ കാരുണ്യം ചെയ്യുന്നവനുമാണ്. ആ റബ്ബിന്റെ കാരുണ്യവും അവന്റെ മഗ്ഫിറത്തും അവന്റെ ഇഷ്ടവും എല്ലാം ലഭിക്കാനുള്ള സബബ്, അതിനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കലാണ്, അവിടുത്തെ അനുധാവനം ചെയ്യല. ആ അനുധാവനത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലാഹുവിലേക്കുള്ള വിസ്വാല് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് സാധിക്കാനുള്ള എളുപ്പവഴി അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരലാണ്, അവരിലേക്ക് അടുക്കലാണ്. എന്നാൽ അല്ലാഹുവിൽ നിന്നും ഒരാള് അവന്റെ ഔദാര്യത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും പുറത്താകുന്നതോ, അവന്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്തായി പോകുന്നതോ, അല്ലാഹുവിന്റെ ദേഷ്യവും അവന്റെ ശിക്ഷയും ലഭിക്കാൻ സബബാകുന്ന കാര്യം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗ്ഗത്തിൽ കടക്കും, എല്ലാവരും സ്വർഗ്ഗത്തിൽ കടക്കും. ഇല്ലാ മൻ അബാ, എനിക്ക് എതിരായി നിന്ന ആളുകൾ ഒഴികെ, എനിക്ക് എതിരായി നിന്ന ആളുകൾ ഒഴികെ. ഖാലു വമൻ അബാ യാ റസൂലല്ലാഹ്, ആരാണ് അങ്ങേക്ക് എതിരാകുന്ന ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആര് ചോദിച്ചു? സ്വഹാബാക്കൾ ആരാണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഖാല മൻ അത്വഅനി ദഖലൽ ജന്ന. എന്നോട് വിധേയത്വം കാണിച്ച ആളുകൾ, എന്നെ അനുസരിച്ച ആളുകൾ, എന്നെ അനുധാവനം ചെയ്ത ആളുകൾ അവര് സ്വർഗത്തിൽ കടക്കും. വമൻ അസ്വാനി ഫഖദ് അബ. എന്നോട് ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി എതിരായി പ്രവർത്തിച്ച ആളുകൾ, ആ ആളുകളാണ് എന്നോട് പിണങ്ങിയ ആളുകൾ, എന്നോട് എതിരായി നിന്ന ആളുകൾ. അപ്പൊ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത മാതൃകക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവരാരോ അവർക്ക് സ്വർഗമില്ല, അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യമില്ല, അവർക്ക് റബ്ബിന്റെ മഗ്ഫിറത്തില്ല. ഇതൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ അധപ്പതിച്ചു പോകും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും എല്ലാം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പരിശുദ്ധമായ ഖുർആനും അതേപോലെ തന്നെ തിരുവചനങ്ങളുമെല്ലാം എല്ലാം കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് നോക്കൂ. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞില്ലേ, ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ മുറുകെ പിടിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ ആ വിരോധിച്ച കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ കൈയൊടിയണം, നിങ്ങൾ മാറ്റി നിർത്തണം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇനിയും ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിലേക്കുള്ള വിലയം, അല്ലാഹുവിലേക്കുള്ള ചേർച്ച, അവന്റെ ഇഷ്ടം, അവന്റെ പൊരുത്തം, അവന്റെ റഹ്മത്ത് ഇതെല്ലാം ലഭിക്കാനും അല്ലാഹുവിനോടുള്ള വിധേയത്വം സാക്ഷാത്കരിക്കപ്പെടാനുമുള്ള വഴി. ആ വഴി എന്താണ്? നിങ്ങൾ നിങ്ങളെ പ്രവാചകന് വിധേയപ്പെട്ടാൽ ഫഖദ് അത്വാ അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വിധേയപ്പെട്ടവരായി. നിങ്ങൾ എപ്പോഴാണ് അല്ലാഹുവിന് വിധേയപ്പെട്ടവരാകുന്നത്, റബ്ബിനെ അനുസരിക്കുന്നവരാകുന്നത്, അവന്റെ കാരുണ്യത്തിന് യോഗ്യമാകുന്നത്? അല്ലാഹുവിന്റെ തിരുദൂതരോട് അനുസരണ കാണിച്ചാലേ വിജയമുള്ളൂ, റബ്ബിനോടുള്ള ഇത്വാഅത്തുള്ളൂ. അപ്പൊ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിധേയത്വം കാണിക്കുക, അനുസരണ കാണിക്കുക, അവിടുത്തെ അനുധാവനം ചെയ്യുക. ഈമാൻ ഉറക്കണമെങ്കിൽ അനിവാര്യമാണ്, ആഖിറം രക്ഷപ്പെടണമെങ്കിൽ അനിവാര്യമാണ്, അല്ലാഹുവിന്റെ ഖബൂലിയത്ത് ലഭിക്കണമെങ്കിൽ അത്യാവശ്യമാണ്. ഇവിടെയാണ് മുത്തുനബിയോടുള്ള അനുധാവനത്തിന്റെ സൗന്ദര്യത്തിന്റെ മർമ്മം കിടക്കുന്നത്. എന്റെ സ്നേഹജനങ്ങളെ, മനസ്സു വരണം എവിടേക്കാണ്? ഇലാ റസൂലില്ലാഹ്, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. അവിടത്തേക്കാണ് മനസ്സു തിരിയേണ്ടത്, അവിടത്തേക്കാണ് നമ്മുടെ ആത്മാവ് ചേരേണ്ടത്. മഹാന്മാരുടെ സവിധത്തിൽ നിന്ന് ലോകാനുഗ്രഹിയായ പ്രിയപ്പെട്ട പ്രവാചകരുടെ സവിധത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് തിരിച്ചു വെച്ചാലോ, മദീനയുടെ വിശുദ്ധമായ മരുപ്പറമ്പിലേക്ക് ആത്മാവിനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഹബീബിനോടൊന്ന് സ്നേഹം പ്രകടിപ്പിച്ചിട്ട് അവിടുത്തെ വിശുദ്ധമായ ചര്യകളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എനിക്ക് മുറുകെ പിടിക്കാൻ കഴിയുമോ, ഉറച്ചു നിൽക്കാൻ കഴിയുമോ
എന്ന ഒരാലോചനയിലേക്ക് ഈ സദസ്സ് വരുമോ? നമുക്കങ്ങനെയൊന്ന് ആലോചിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്ന് ചേർന്നു നിൽക്കാൻ പറ്റുമോ? ഇതെന്റെ അമ്മാറത്താകുന്ന നഫ്സിനോടുള്ള ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾ കൂടെ കേൾക്കുകയാണ്. മാറണ്ടയോ? ജീവിതത്തിൽ വലിയ വിശുദ്ധി കൈവരിക്കേണ്ടയോ? പരിശുദ്ധമായ റമളാനിന്റെ രാത്രങ്ങളെ മുഴുവനും ആത്മീയമായ വളർച്ചയ്ക്കു വേണ്ടി ഉപയോഗിച്ചിട്ട് ഇതാ നമ്മൾ കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ. ആ നേടിയ ആത്മീയ ചൈതന്യമഖിലവും നശിച്ചുപോയോ? വിട പറഞ്ഞോ? അതിന്റെ ആ ഒരു സൗന്ദര്യം അസ്തമിച്ചു പോയോ? നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. ചോദിക്കട്ടെ, നമ്മുടെ താല്പര്യം എന്താണ്? നമ്മുടെ അജണ്ടകൾ എന്താണ്? ഈ ഭൗതികമായ ലോകമാണോ? അതല്ല ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ വഴിയിലുള്ള അനുകരണമാണോ? വളരെ കൃത്യമായി നിങ്ങളെ മനസ്സിനോട് ചോദിക്കുക. നിങ്ങൾക്ക് എന്തിനോടാണ് താല്പര്യമുള്ളത്? നിങ്ങൾക്ക് ഖുർആനിന്റെ പാരായണത്തോട് താല്പര്യമുണ്ടോ? അതേ, വിശുദ്ധ റമളാനിൽ ഒരു ഖത്മ് ഓതിയിട്ടുണ്ട്. ശവ്വാലിന്റെ ദിനരാത്രങ്ങളിലേക്ക് വന്നപ്പോൾ ആ പാരായണം അവസാനിച്ചു പോയോ? ഒന്നാലോചിക്കണേ. നിങ്ങളെ മനസ്സിനോട് നിങ്ങൾ ചോദിക്കണേ. പെങ്ങന്മാരെ, നിങ്ങളും നിങ്ങളെ ആത്മാവിനെ ഒന്ന് വിലയിരുത്തലിന് വിധേയമാക്കണേ. എങ്കിലെന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയട്ടെ, ഖുർആൻ അലമാരയിൽ വിശ്രമിക്കാൻ തുടങ്ങിയെങ്കിൽ നമുക്ക് ഹബീബിന്റെ ഇഷ്ടമല്ല ഇഷ്ടമായി നിൽക്കുന്നത്. മുത്തുനബിയുടെ ഇഷ്ടം എന്താണ്? അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ. പടച്ച റബ്ബേ, നിന്റെ വിശുദ്ധമായ കലാം എന്റെ ഹൃദയത്തിന്റെ വസന്തമാകണമെന്നാണ്. ഹൃദയത്തിന്റെ താല്പര്യം, മനസ്സിന്റെ ഒരു സൗകുമാര്യത, അതിന്റെ ഒരു വല്ലാത്ത ഒരനുഭൂതി, അതെന്താണ്? ഖുർആനിന്റെ പാരായണമാണ്. പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. ആ പാരായണം നമ്മൾ നിർത്തിവെച്ചെങ്കിൽ റമദാന് കഴിയുന്നതോടുകൂടെ പൂട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹബീബിനോടുള്ള അനുധാവനം അകത്തുറച്ചിട്ടില്ല. കുറച്ച് ദിവസമായല്ലോ, ഒരു 10-15 ദിവസമായി റമദാന് കഴിഞ്ഞിട്ട്. എല്ലാ ദിവസവും ഒരുപക്ഷെ ഖുർആൻ എടുത്ത് മറച്ചു വെച്ച് ഓതാൻ പറ്റിയില്ലെങ്കിൽ ഒരു സൂറത്ത് യാസീനെങ്കിലും, അല്ലെങ്കിൽ ഒരു സൂറത്ത് മുൽക്കെങ്കിലും, അല്ലെങ്കിൽ ഖുർആനിന്റെ പാരായണം ഞാൻ നിർവഹിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഖുർആനിൽ നിന്ന് അറിയുന്ന എന്തെങ്കിലുമായി ഓതുന്ന ശീലത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ? വയത് കേട്ട് പോകാനല്ല, ചില മാറ്റങ്ങൾക്ക് വേണ്ടിയാണ്. നേടിയ ചില ആത്മീയ ചൈതന്യത്തെ ഉറപ്പിച്ചു നിർത്താനാണ്. എന്റെ കൽബിനോടാണ് ചോദ്യം, നിങ്ങളെ മനസ്സിനോടാണ് ചോദ്യം. നമ്മൾ റമദാനിലുള്ള ഖുർആനിന്റെ പാരായണത്തിന്റെ ശീലം ഒഴിവാക്കിയോ? അലമാരയിൽ നിന്ന്, സെൽഫിൽ നിന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്നെ മതിയായോ? എന്നെ നിങ്ങൾ കൈയൊടിക്കുകയാണോ? അള്ളാഹുവിന്റെ സബിതത്തിൽ ഷഫീആയി വരുന്ന കലാമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടമതാണ്. അവിടുന്ന് റമദാനില് മാത്രമല്ല ഖുർആനിനെ പാരായണം ചെയ്യാൻ ശ്രമിച്ചത് സർവസമയത്തുമാണ്, സർവ സന്ദർഭങ്ങളിലുമാണ്. ഒന്നാമത്തെ എന്റെ എന്നോടുള്ള നസിഹത്തും നിങ്ങളോടുള്ള നസിഹത്തും, ഖുർആനിനെ നമ്മൾ കൈയൊടിക്കരുത്. അത് മുത്തുനബിയോടുള്ള ഇത്തിബാഇന്റെ ഭാഗമായി എല്ലാ ദിവസവും നടക്കേണ്ടതാണ്.
ഇനിയൊരു തിരക്കുള്ള ദിവസമാണോ? നിങ്ങൾ കുറച്ച് സൂറത്തുൽ ഇഖ്ലാസ് എങ്കിലും ഓതുമോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ഹബീബ് പറഞ്ഞല്ലോ, ഖുർആനിന്റെ സുലുസിനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞല്ലോ, സൂറത്തുൽ ഇഖ്ലാസിനെ വിശദീകരിച്ചിട്ട്, അതേ സുലുസുൽ ഖുർആൻ, ഇത് ഖുർആനിന്റെ സുലുസാണ്, മൂന്നിലൊന്നാണ്. അതേ, അതുകൊണ്ടല്ലേ നമ്മൾ ഫാത്തിഹ എന്ന് വിളിച്ചാൽ പലപ്പോഴും നമ്മൾ 3 പ്രാവശ്യം കൂടുതലേ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. എന്തിനാണത്? അങ്ങനെ മഹാന്മാരുടെ ശീലമുണ്ടാക്കിയത്. അതേ, ഖുർആനിന്റെ 1/3 3 പ്രാവശ്യം ആവർത്തിച്ചാൽ അതിന്റെ ഒരു നിലക്കുള്ള പൂർത്തീകരണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സുലുസുൽ ഖുർആൻ ആകുമ്പോൾ 1/3 ആകുമ്പോൾ അത് 3 പ്രാവശ്യം പാരായണം ചെയ്താൽ ആ അർത്ഥത്തിലുള്ള ഒരു പൂർത്തീകരണം ഖുർആനുമായി ബന്ധപ്പെട്ട് ലഭിക്കുമല്ലോ എന്ന ഒരു താല്പര്യം കൊണ്ടാണ്. അവിടെ നിങ്ങൾ ആലോചിക്കണ്ട എങ്കിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഞാൻ എന്തിനു പ്രയാസപ്പെട്ടു ഓതണമെന്ന്. ആ ഖത്മിന്റെ പ്രത്യേകത മറ്റൊന്നാണ്, അതിന്റെ ഫള് വേറെയാണ്. അതേ സമയത്ത് സൂറത്തുൽ ഇഖ്ലാസിന്റെ ഫളാണ്, അത് സുലുസുൽ ഖുർആനാണെന്ന് എന്റെ സഹോദരാ, 1-ാം അധ്യായത്തെ മഹബത്ത് വെക്കാമോ? പെങ്ങളെ, ആ അധ്യായത്തെ ഒന്ന് ഇഷ്ടപ്പെടാമോ? ഒരു സ്വഹാബിയെ കുറിച്ച് പരാതിയാണ്. പ്രവാചക സബിതത്തിൽ വന്നുകൊണ്ടാ പരാതി പറയുന്നത്. യാ റസൂലല്ലാഹ്, ഇതാ ഇദ്ദേഹം നിസ്കാരത്തിന് നേതൃത്വം വഹിക്കുമ്പോൾ എല്ലാ സൂറത്തോതുന്ന റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണ്, മറ്റു സൂറത്തുകൾ ഓതിയാലും അത് ഓതുകയാണ്. ഇങ്ങനെ ഒരു പരാതി ഒരു സ്വഹാബിയെ കുറിച്ച് വന്നപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അയാളെ വിളിപ്പിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം? അപ്പൊ ആ സ്വഹാബിയുടെ മറുപടി, യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ ആ ഒരു അധ്യായത്തെ ഇഷ്ടം വെക്കുകയാണ്, എനിക്ക് അതിനോട് വലിയ മഹബ്ബത്താണ്. ആ മഹബ്ബത്തിന്റെ ഖൽബിൽ ഉള്ളത് കൊണ്ടാണ് എല്ലാ സന്ദർഭങ്ങളിലും ഞാൻ ആ അധ്യായം ആവർത്തിച്ചു പാരായണം ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചോ? അത് വേണ്ടാന്ന് പറഞ്ഞോ? ഇല്ല, ആ മഹബ്ബത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമെന്നാണ്. സൂറത്തുൽ ഇഖ്ലാസിനെ മഹബ്ബത്ത് വെച്ച സ്വഹാബിയാണ്. ആ മഹബ്ബത്തിൽ പ്രചോദനമായത് എന്താണ്? അതിന്റെ ഫളലിനെ കുറിച്ച് ലോകാനുഗ്രഹിയായ പ്രിയപ്പെട്ട പ്രവാചകരുടെ പരാമർശമാണ്. എന്റെ മുത്തുനബിക്ക് അധ്യായത്തോട് പ്രത്യേകമായ ഇഷ്ടമുണ്ട്, അതിന്റെ ഫളൽ അവിടെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞാനത് ആവർത്തിച്ചു പാരായണം ചെയ്യുകയാണ്. ഖുർആനിനോടുള്ള ആത്മബന്ധം ഹബീബിനോടുള്ള അനുധാവനമാണ്. അത് നിലനിർത്താനുള്ള വഴിയിൽ ഒരു ഉദാഹരണമാണ്, ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത്. തിരക്കുട്ട ദിവസങ്ങളാണോ, ആവർത്തിച്ചു സൂറത്തുൽ ഇഖ്ലാസെങ്കിലും ഒന്ന് പാരായണം ചെയ്താൽ അത് വലിയ അനുഗ്രഹമാണ്. ഖുർആനിനോടുള്ള ആത്മബന്ധം നിലനിർത്താൻ അത് വഴിയൊരുക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ പാരായണത്തിലെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചില അധ്യായങ്ങളെയെങ്കിലും പരിഗണിച്ചാലോ, സൂറത്തുൽ മുൽക്കിനെ ഒന്ന് പാരായണം ചെയ്യാമോ? എല്ലാ മഗ്‌രിബിനു ശേഷവും അങ്ങനെ ഒന്ന് പതിവാക്കാമോ? അത് സൂറത്തുൽ മുൻജിയയാണല്ലോ, ഹബീബ് അങ്ങനെ പരാമർശിച്ചിട്ടുണ്ടല്ലോ. അതേ 6 മണ്ണിൽ ഒറ്റയാനായി കിടക്കുമ്പോ, രക്ഷപ്പെടുത്താൻ ആരുമില്ലാതിരിക്കുമ്പോ അതാ വരുന്നു അല്ലാഹുവിന്റെ കലാമിലുള്ള അധ്യായമാകുന്ന സൂറത്തുൽ മുൽക്ക്. റബ്ബിനോട് പറയുന്നുണ്ട്, പടച്ചോനെ,
ഞാൻ നിന്റെ കലാമിൽ പെട്ടതാണോ എങ്കിൽ എന്നെ പരിഗണിച്ച ഈ അടിമയെ നീ പരിഗണിക്കേണ്ടതുണ്ട്. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ നിന്റെ കലാമിൽ പെട്ടതാണെങ്കിൽ എന്നെ പരിഗണിച്ച ഈ മനുഷ്യനെ അവഗണിച്ചുകൂടാ. അങ്ങനെ അവഗണിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ കലാമിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല. സൂറത്തുൽ മുൽക്ക് അല്ലാഹുവിന്റെ കലാമിൽ പെട്ടതാണ്. അതെല്ലാ ദിവസവും ഒന്ന് പതിവാക്കിയാലോ പെങ്ങളെ, ഉമ്മമാരെ, ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുന്ന സമയത്തല്ല, എല്ലാ രാത്രിയിലും മഗ്‌രിബിനു ശേഷം ഒന്ന് പാരായണം ചെയ്താലോ സഹോദരാ, ഒരുപാട് അമലുകൾ ചെയ്യാൻ ഒരു പക്ഷേ പറ്റിയില്ലെങ്കിൽ ചില ശീലങ്ങൾ, അത് ഹബീബിനോടുള്ള ഇത്തിബാഇന്റെ ഭാഗമായുള്ള ശീലങ്ങൾ, വെറുതെയുള്ള ശീലങ്ങളല്ല, വേറെ ആരെങ്കിലും പഠിപ്പിക്കുന്ന ശീലങ്ങളല്ല, ആധുനികതയുടെ വലിയ ആളുകളിൽ നിന്ന് പഠിച്ചെടുത്ത ശീലങ്ങളല്ല, ദുനിയാവിന്റെ ആസ്വാദനത്തിന്റെ വടിയിലുള്ള ശീലങ്ങളല്ല, ആത്മീയമായ വളർച്ചയുടെ ആനന്ദം നൽകുന്ന ശീലങ്ങളാണ്. സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശീലങ്ങളാണ്. അവിടുത്തെ ഇഷ്ടം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ശീലങ്ങളാണ്. അപ്പോൾ ഖുർആനിനോടുള്ള ഒരു ആത്മബന്ധം നിലനിർത്താൻ സൂറത്തുൽ മുൽക്കിന്റെ പാരായണം ഇന്നു മുതൽ ഞാൻ നിർവഹിക്കാൻ തീരുമാനിച്ചു. ആരുമില്ലാതെ എന്റെ ഉമ്മയോ എന്റെ വാപ്പയോ എന്റെ മക്കളോ എന്റെ ഭാര്യയോ എന്റെ ഭർത്താവോ, ഞാൻ ഏറ്റവും ഇഷ്ടം വെച്ച എന്റെ ക്ലോസ് ഫ്രണ്ടോ എന്റെ സദീഖോ എന്റെ അതേ കൂട്ടുകാരനോ ആരുമില്ലാത്തൊരു വീടുണ്ട്. അവ്വലു മനാസിലിൽ ആഖിറ മൻസിലുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ആദ്യ വീടാണത്. ആ വീട്ടിൽ ആര് ജയിച്ചോ അയാൾ സർവ്വതും ജയിച്ചവനാണ്. അവിടെ ആര് പരാജയപ്പെട്ടോ സർവ്വതും പരാജയത്തിലാണ്. അങ്ങനെയുള്ള വീടാണ് ഖബർ. ആ ഖബറിൽ ഞാൻ ഒറ്റക്ക് കിടക്കുമ്പോ എന്റെ മുത്തുനബിയുടെ വാക്കിനെ പരിഗണിച്ച് ഇന്നു മുതൽ എന്റെ ജീവിതത്തിന്റെ ശീലമാണ് അല്ലാഹുവിന്റെ കലാമിലെ ഒരു അധ്യായമായ സൂറത്തുൽ മുൽക്കിന്റെ പാരായണമെന്നതെന്ന് തീരുമാനിക്കാമോ? പ്രതിജ്ഞയെടുക്കാമോ? ഒന്ന് പകർത്തിയെടുക്കാമോ? അത് വലിയ സൗഭാഗ്യമാകുമല്ലോ. അപ്പോഴാണ് ഹബീബിനോട് അനുകരിച്ചതിന്റെ ആനന്ദം ആറടി മണ്ണിൽ നിന്ന് നമ്മൾ അതേ അനുഭവിക്കുക, ആസ്വദിക്കുക. ആസ്വാദനമായി വരും സൂറത്തുൽ മുൽക്ക് ആശ്വസിപ്പിക്കാൻ. ആ ഘട്ടത്തെ ഒന്ന് ആലോചിക്കാമോ ചെറുപ്പക്കാരാ? അതിനെ ഒന്ന് ചിന്തിക്കാമോ പെങ്ങളെ? എങ്കിൽ ഈ വഴിയിലേക്കൊന്നു വരൂ. ഇലാ റസൂലില്ലാഹ്, ഇലാ സുന്നത്തി റസൂലില്ലാഹ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിലേക്കാണ്. ആ സുന്നത്ത് നമുക്ക് വേണ്ടിയുള്ളതാണ്, നമുക്ക് വേണ്ടി അവശേഷിപ്പിച്ചതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണല്ലോ നമ്മളോട് പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടിയാണ്, ഈ ഉമ്മത്തിന് വേണ്ടിയാണ്. തറക്തു ഫീകും അംറൈൻ ഇൻ തമസ്സക്തും ബിഹി ലൻ തദില്ലൂ ബഅദി അബദാ. ഒരു കാലത്തും പഴക്കാതിരിക്കണോ? അതേ, വഴിപിഴക്കാതിരിക്കണോ? രക്ഷപ്പെട്ടു പോകണോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളിൽ
ഉപേക്ഷിച്ചിരിക്കുന്നു. അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പഴക്കൂല, നിങ്ങളെ പഴപ്പിക്കാനും കഴിയൂല. ഞാൻ ഈ ലോകത്തു നിന്ന് പിരിഞ്ഞു പോയാലും ഒരിക്കലും പഴക്കാതെ നിങ്ങൾക്ക് പോകാനുള്ള വഴിയുണ്ടാകും. ഏതാണ് ആ രണ്ടു കാര്യങ്ങൾ? ആ രണ്ടു കാര്യങ്ങൾ കിതാബുല്ലാഹി വസുന്നതി. ഒന്ന് അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ, രണ്ടാമത്തത് വസുന്നതി, എന്റെ തിരുചര്യയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ, പ്രവർത്തികൾ, അവിടുത്തെ മൗനാനുവാദങ്ങൾ, ജീവിതത്തിന്റെ ശൈലികൾ, പ്രവർത്തികൾ, ഇതെല്ലാം ആ സുന്നത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ആ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, അള്ളാഹുവിന്റെ കലാമിനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പഴക്കൂല, നിങ്ങളെ പഴപ്പിക്കാനും കഴിയും. ആ മുറുകെ പിടിക്കൽ എന്ന് പറയുന്നത് ബിദ്അത്തുകാരെ മുറുകെ പിടിക്കുന്ന പിടിക്കലല്ല. അവര് പിടിച്ചാടെ നിൽക്കുകയുള്ളൂ. അതിന്റെ അകത്തളങ്ങളിലെ ആശയങ്ങളെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ അവർക്ക് കഴിയില്ല. കാരണം അവരുടെ മനസ്സ് വരണ്ടിട്ടുണ്ട്. അവർക്ക് ഹബീബിനോടുള്ള യഥാർത്ഥ അനുധാവനത്തിന്റെ മാനസികാവസ്ഥയില്ല. അതിനവർക്ക് സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ ഖുർആൻ പറയും, ഹദീസ് പറയും, അതിന്റെ ആത്മീയതയുടെ ആസ്വാദനം അനുഭവിക്കാൻ അവർക്ക് കഴിയാറില്ല. ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ആ പ്രവാചകരുടെ ചര്യ മുറുകെ പിടിച്ചാൽ പിഴക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാൻ പറ്റും. നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈ പ്രയാസങ്ങളിൽ എങ്ങനെയാ നമുക്ക് കരകയറാൻ പറ്റുക? നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ കരകയറുമോ? ഇല്ല, അത് കരകയറാൻ കഴിയില്ല. അതേപോലെ തന്നെ നമുക്ക് ഭൗതികപരമായ എന്തെങ്കിലും സംവിധാനങ്ങളെ കൊണ്ട് കരകയറാൻ പറ്റുമോ? കരകയറാൻ കഴിയില്ല. ഇലക്ഷൻ വരികയാണ്, ആകുലതയാണ് ന്യൂനപക്ഷങ്ങൾക്ക് മുഴുവനും. ഈ രാജ്യം ഇനിയും എവിടേക്ക് പോകും? ഒരേകാധിപത്യത്തിലേക്ക് പോകുമോ? ഈ ഉമ്മത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നവരുടെ കയ്യിലേക്ക് ഭരണമേൽപ്പിക്കപ്പെടുമോ? ഈ ഉമ്മത്തിന്റെ ആത്മീയമായ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്ന വിധത്തിൽ ഇനിയും ഒരു ഭരണകൂടം വരുമോ? നമ്മുടെ ആശങ്കയാണ്, നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ 2024 ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രാജ്യത്തിന്റെ മഹിതമായ മൂല്യങ്ങൾ, ഭരണഘടന അനുശാസിക്കുന്ന ആശയങ്ങൾ, ആ ആശയങ്ങളെ നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരും അതിനെ ഒരു നിലക്കെങ്കിലും പരിഗണിക്കുന്ന ആളുകളെ നമ്മൾ ചേർത്തു പിടിക്കലേ നിവൃത്തിയുള്ളൂ. അങ്ങനെ ചേർത്തു പിടിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുമോ? ഭൗതികമായ സംവിധാനങ്ങളെ മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ഉമ്മത്തിന് രക്ഷയുണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം യഥാർത്ഥമല്ല, വസ്തുതാപരമല്ല. നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി, നമുക്ക് അതിജീവിക്കാനും അതിജയിക്കാനുമുള്ള വഴി, അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിക്കലാണ്, അവിടുത്തെ ഇത്തിബാ ചെയ്യലാണ്. ആ ഇത്തിബാഇന്റെ വഴിയിലേക്ക് ഉറച്ചു നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയാൽ ലോകത്താരും നമ്മെ ഭയക്കും. അത് ആയുധമെടുത്തുകൊണ്ടുള്ള ഭയമല്ല, മറിച്ച് ആത്മാവിന്റെ പ്രൗജ്വലിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു കരുത്തുകൊണ്ട്, അതേപോലെ തന്നെ മനുഷ്യർക്ക് മുഴുവനും ഉപകാരം ചെയ്യപ്പെടുന്ന പ്രവർത്തനത്തിന്റെ കർമ്മഫലത്തിന്റെ സൗന്ദര്യം കൊണ്ട്. അങ്ങനെയാണ് ലോകത്തെ പ്രവാചകർ കീഴടക്കിയത്. അവിടുന്ന് ഏറ്റവും ക്രൂരരായ മനുഷ്യരെ, ധിക്കാരികളെ കൊന്നുകളയാൻ വേണ്ടി കടന്നു വന്ന ആക്രോശിച്ച ആളുകളെ എങ്ങനെയാണ് കീഴൊതുക്കിയത്? അത് ഏറ്റവും നല്ല സ്വഭാവത്തെ, ഏറ്റവും മനുഷ്യപ്പറ്റിന്റെ ഏറ്റവും ഉന്നതമായ ആശയങ്ങളെ ചേർത്തു വെച്ചുകൊണ്ടുള്ള ഇടപെടലുകളെ പ്രവാചകര് പ്രയോഗിച്ചപ്പോ അതിലാകൃഷ്ടമാകുകയാണ് ചെയ്തത്. അങ്ങനെയാണ് സുമാമത്ത് ബിൻ ഉസാലി ഇസ്ലാമിലേക്ക് വന്നത്. അങ്ങനെയാണ് ഉമൈർ ഇബ്നു വഹബ് ഇസ്ലാമിലേക്ക് വന്നത്. അങ്ങനെയാണ് സയ്യിദുൽ ഖൈലായ മനുഷ്യൻ സയ്യിദുൽ ഖൈറായി മാറിയത്. അങ്ങനെയാണ്
ലോകത്ത് അന്നുണ്ടായിരുന്നവരിൽ പ്രവാചകരോട് ഏറ്റവും വിരോധത്തിൽ ജീവിച്ചിരുന്ന പലരും സുറാഖത്തിനെ പോലെ, അതേപോലെ തന്നെയുള്ള വലിയ വമ്പന്മാരായ ആളുകൾ, അത്തരം ആളുകളെല്ലാം ഇസ്ലാമിന്റെ വഴിയിലേക്ക്, പ്രവാചകരോട് അനുസരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് വന്നത് ആയുധങ്ങളെ കൊണ്ടല്ല, പിന്നെയോ പ്രവാചകരുടെ ശ്രേഷ്ഠമായ സ്വഭാവം കൊണ്ടുമാണ്, അവിടുത്തെ സമൂഹത്തിലുള്ള ഇടപെടലുകളെ കൊണ്ടാണ്. അപ്പൊ നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിച്ചാലോ എല്ലാവരോടും സ്നേഹത്തോടെയല്ലേ നമുക്ക് പ്രതികരിക്കാൻ കഴിയൂ? അന്യായത്തിന്റെ വഴികളിലൂടെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ പ്രചോദിപ്പിക്കാനോ നമുക്ക് പറ്റുമോ? ഇല്ല. മനുഷ്യരെന്ന നിലക്ക് സർവ്വതിനോടും സ്നേഹത്തോടെ പ്രതികരിക്കാനല്ലേ നമുക്ക് സാധിക്കൂ. മാടപ്രാവുകളോട് സ്നേഹം കാണിച്ച ലോകത്തിന്റെ നായകര്, മാൻപേടയോട് വാത്സല്യം കാണിച്ച റഹ്മത്തുല്ലിൽ ആലമീനായവര്, പ്രയാസപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒട്ടകത്തോട് കാരുണ്യത്തിന്റെ കരസ്പർശം അനുഭവിക്കാൻ അവസരം കൊടുത്ത പ്രവാചകര്, അതേ മറ്റു ജീവജാലകങ്ങളോട് പോലും സ്നേഹത്തോടെ പ്രതികരിച്ച റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ് മുത്തുനബിയിലേക്ക് ചേർന്നാൽ, ആത്മാവ് മദീനയിലേക്ക് എത്തിയാൽ അത് ഈ സദസ്സിന്റെ ഒരു സൗന്ദര്യമാണ്, ഒരു വല്ലാത്ത ആസ്വാദനമാണ്. സഹോദരാ, നമുക്ക് ഹബീബിനെ പിന്തുടരാൻ കഴിയുന്നില്ലേ? നമുക്കതിന് സാധിക്കുന്നില്ലേ? എങ്കിൽ ഒരു ചോദ്യം മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്നറിയോ? യാ മഅ്ശറൽ മുസ്ലിമീൻ, ഓ മുസ്ലിമീങ്ങളെ, അൽ ഖശബത്തു തഹന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൗഖൻ ഇലാ ലിഖാഇഹി. ഓ മുസ്ലിം സമൂഹമേ, പ്രവാചകരിൽ നിന്ന് അകലം പാലിച്ച് സഞ്ചരിക്കുന്ന പുതിയ കാലത്തിന്റെ യൗവനങ്ങളെ, സഹോദരങ്ങളെ, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വിനയത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുതിയ കാലത്ത് പ്രസക്തിയുള്ളതാണ് ആ ചോദ്യം. നമുക്ക് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചുകൊണ്ട് ആത്മീയമായ വഴികളിൽ ഉറച്ചു നിൽക്കാനാണോ മനസ്സുള്ളത്? അതല്ല ആധുനികതയുടെ സുഖരസങ്ങളിൽ ലയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണോ താല്പര്യം? ഒന്നാലോചിച്ചു നോക്കുക. നമുക്ക് ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ രസങ്ങൾ നൽകുന്ന സദസ്സുണ്ട്. അത് പാട്ടിൻ്റെതാകാം, ഡാൻസിൻ്റെതാകാം, മറ്റു പലതുമാകാം, വെറുതെ ഇരുന്ന് സ്വറ പറയുന്നതിൻ്റെതാകാം. അങ്ങനെ ഒരവസരം ഒരു ഭാഗത്ത് ലഭിക്കുന്നു. ഇപ്പുറത്തോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ജീവിതത്തിന്റെ മാതൃകകളിൽ ചില കാര്യങ്ങൾ അത് പറയപ്പെടുന്നു. നിങ്ങളെ ചോയ്സ് ഏതാണ്? നിങ്ങളെ ചോയ്സ് ആദ്യം പറഞ്ഞതാണെങ്കിൽ, നിങ്ങൾ ആദ്യം പറഞ്ഞിടത്താണ് ഉള്ളതെങ്കിൽ, അതേ ഉറൂസിന്റെ മജ്‌ലിസിലേക്ക് വിളിക്കുമ്പോ ഈ പ്രദേശത്തെ ഒട്ടനവധി വരുന്ന ചെറുപ്പക്കാര് വേറെ ഏതൊക്കെയോ ലോകത്ത് അഭിരമിച്ച് സമയം കളയുന്നുവെങ്കിൽ, അതേ ഒന്നുകിൽ സോഷ്യൽ മീഡിയയിൽ അഭിരമിച്ചതാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവലയിൽ കുത്തിയിരുന്ന് സ്വറ പറയലാകാം, അതല്ലെങ്കിലോ അനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാകാം. ഓ സഹോദരാ, അങ്ങനെയാണ് നിങ്ങളെ സമയം നിങ്ങൾ ചെലവഴിക്കുന്നതെങ്കിൽ മനസ്സിൽ മുത്തുനബിയില്ല, ഹബീബിനോടുള്ള അനുരാഗം ചേർന്നു നിൽക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്.
സുബ്ഹാനല്ലാഹ്, എന്തൊരത്ഭുതമാണ്! ഈ ഉമ്മത്തിൽ പിറന്ന് ജനിച്ചു വളരുന്ന ചെറുപ്പക്കാർ, അവർക്ക് മതത്തോട് വല്ലാത്തൊരു ഒരപകർഷതയാണ്. മതത്തെ ഏറ്റെടുത്ത് നടക്കാൻ മാനസികമായി താല്പര്യക്കുറവാണ്. അതേ, ആത്മീയമായ മജ്‌ലിസുകൾ വന്നിരിക്കുമ്പോൾ ഞാനൊന്ന് പഴഞ്ചനായി പോകുമോ എന്ന പേടിയാണ്. പള്ളിയിലേക്ക് ജമാഅത്തിന് വന്നാൽ അതേ എന്റെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമോ എന്ന പേടിയാണ്. മോനെ, നീ ആർക്കു വേണ്ടിയാണ് കവലയിൽ ഇരിക്കുന്നത്? നീ ആർക്കു വേണ്ടിയാണ് നിന്റെ കൂട്ടുകാരോടൊപ്പം ജമാഅത്തിന് പള്ളിയിൽ വരാതെ അതേ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളിൽ അതേ കാർക്കശ്യം കാണിക്കാതെ അനാവശ്യങ്ങളിലേക്ക് ചേർന്നിരിക്കാൻ നീ താല്പര്യപ്പെടുന്നത് മോനെ? നിന്റെ കൂട്ടുകാരെ സംതൃപ്തിപ്പെടുത്താനാണോ? നിന്റെ ഇഷ്ടക്കാരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനാണോ? ആ ഇരുത്തത്തിൽ നിന്നല്ലേ അറിയാതെ നീ പാൻ മസാലകൾ ഉപയോഗിക്കുന്നവനായത്? പിന്നെ അത് മഞ്ചാതെ മയക്കുമരുന്നിലേക്ക് എത്തുന്നത്, അത് പിന്നെ അതിന്റെയും പരിധി ലംഘിച്ചപ്പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ നീ ഒരു അഡിക്ഷൻ ഉള്ള വ്യക്തിയായി മാറുന്നത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തോടെയല്ലയോ? നീ വഴിവിട്ട സെക്സ്വലായ ജീവിതത്തെ കൊതിച്ചു പോയത്, ആഗ്രഹിച്ചു പോയത്. പെങ്ങളെ, ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഹറാമിന്റെ വഴിയിലേക്ക് അറിയാതെ ചേർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ സമയം ചെലവഴിച്ച് കുത്തിയിരിക്കുമ്പോ ഒന്നാലോചിച്ചില്ല, ജീവിതത്തിന്റെ ഏറ്റവും നല്ല സൗന്ദര്യവത്തായ തലങ്ങളിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുപോകാൻ കഠിനാധ്വാനം ചെയ്ത, എന്നെ ഇഷ്ടം വെച്ച എന്റെ ശരീരത്തോട് എനിക്കുള്ള സ്നേഹത്തെക്കാൾ എന്റെ ശരീരത്തെ സ്നേഹിച്ച ലോകത്തിന്റെ നേതാവില്ലയോ? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. മോനെ, മോളെ, ആ തങ്ങളെ ഒന്ന് അതേ സ്നേഹിക്കാനുള്ള മനസ്സും അവിടുത്തെ അനുധാവനം ചെയ്യാനുള്ള കരുത്തും നിനക്കില്ലാതെ പോയോ? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ മാശറൽ മുസ്ലിമീൻ, അൽ ഖശബതു തഹിന്നു ഇലാ റസൂലില്ലാഹ് ശൗഖൻ ഇലാ ലിഖാഇഹി. മസ്ജിദുൻ നബവിയുടെ അകത്തിലതാ ഉണങ്ങിയ ഒരു അതേ ഈത്തപ്പനയുടെ മരത്തടിയുണ്ടല്ലോ, ആ മരത്തടിയിൽ അവലംബമായിട്ടാണ് ഒരു കാലം വരെ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നടത്തിയിരുന്നത്. ഇപ്പോൾ പുതിയ മിമ്പർ വന്നതാണ്, അപ്പോൾ പഴയ മിമ്പറിനെ മാറ്റിവെച്ചതാണ്. അത് ഈത്തപ്പനയുടെ തടിയാണ്, ഉണങ്ങിയ മരക്കഷ്ണമാണ്. മാറ്റിവെച്ചപ്പോൾ സ്വഹാബാക്കൾ കേട്ട ശബ്ദം എന്താണ്? തേങ്ങി തേങ്ങിയുള്ള കരച്ചിലല്ലയോ? തേങ്ങി തേങ്ങിയുള്ള കരച്ചിലല്ലയോ? ആ കരച്ചിലിന്റെ ഉറവിടം എവിടെയാണ്? അതൊരു മരത്തടിയിലെത്തിയല്ലോ. അപ്പോഴല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരത്തടിയിലേക്ക് ചെന്നിട്ട് ആശ്വസിപ്പിക്കുന്നത്. ആ ആശ്വാസത്തിലല്ലയോ കരച്ചിൽ അവസാനിച്ചത്? ഹസനുൽ ബസരി തങ്ങൾ ചോദിക്കുന്നത്, ഒരു അതേ മരക്കഷ്ണം മുത്തുനബിയെ കാണാത്തതിന്റെ പേരില് കരഞ്ഞെങ്കില് അതേ അവിടുത്തെ
കാണാൻ കൊതിച്ചതിന്റെ പേരില്, കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചതിന്റെ പേരില് കരഞ്ഞു പോയെങ്കില് മോനെ ഫഅൻതും അഹഖു അൻ തസ്തഖൂ ഇലൈഹി, ബുദ്ധിയില്ലാത്ത ജീവനില്ലാത്ത മരത്തടി അങ്ങനെ കാണാൻ കൊതിച്ച് കരഞ്ഞെങ്കില് അതിനേക്കാളും കാണാൻ കൊതിക്കേണ്ടതും അതിനേക്കാളും ഹബീബിനെ അനുഭവിക്കാൻ ആഗ്രഹിക്കേണ്ടതും ബുദ്ധിയും വിവേകവുമുള്ള നീയല്ലയോ? നീ അത് ആഗ്രഹിക്കേണ്ടതല്ലയോ? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. പുതിയ കാലത്ത് നമ്മളെ മനസ്സിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള കൊതിയുടെ പേരിൽ പ്രവാചകരെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടോ? അതല്ല അതിന് പകരം ഭൗതികമായ ലോകത്തിന്റെ സുഖരസങ്ങൾ അനുഭവിക്കാനാണോ നമ്മുടെ മനസ്സുള്ളത്? എങ്കിൽ നമ്മുടെ ഖൽബിലെ മഹബ്ബത്തില്ല, ഇത്തിബാഇന്റെ വിചാരവുമില്ല. അതേസമയം കൽബില് മഹബ്ബത്തുള്ളവരോ, കൽബില് സ്നേഹമുള്ളവരോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും കേൾക്കാനും താല്പര്യപ്പെടുന്നവരോ, അവരുടെ അവസ്ഥ എന്താണ്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകങ്ങളെ അനുസരിക്കലാണ്, അവിടുന്ന് ജീവിതത്തെ അപ്പടി അങ്ങ് പകർത്തലാണ്. അതുകൊണ്ടല്ലേ അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കല് അതാ സ്വഹാബാക്കൾ ഇങ്ങനെ നിൽക്കുമ്പോ ആ സമയത്തൊരു സ്വഹാബി, ആ സ്വഹാബിയുടെ കയ്യിൽ അതാ സ്വർണത്തിന്റെ ഒരു മോതിരമുണ്ട്, സ്വർണത്തിന്റെ ഒരു മോതിരമുണ്ട്. ആ മോതിരം കയ്യിന്റെ മുകളിൽ കണ്ടു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. കണ്ടപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലമ്മാ റആ അസ്ഹാബത ഫീ യദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമൻ മിൻ ദഹബിൻ, അതേ ഒരു സ്വഹാബിയുടെ കയ്യിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. എന്താണ് കാണുന്നത്? ഖാതമൻ മിൻ ദഹബ്, സ്വർണത്താലുള്ളൊരു മോതിരമാണ്. അയാളത് ധരിച്ചതാണ്. ആ ധരിച്ച മോതിരത്തെ എന്തു ചെയ്യുന്നു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് മെല്ലെ ഇങ്ങൂരുന്നു. എന്നിട്ടോ അതൊരു ഭാഗത്തങ്ങ് മാറ്റിയെറിയുന്നു. അങ്ങനെ എറിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, സ്വഹാബാക്കളെ കൂട്ടത്തുനിന്ന് ചില ആളുകൾ പറഞ്ഞു, അത് നിങ്ങൾ എടുത്തോ, മോതിരമായി ഉപയോഗിക്കേണ്ടതില്ല, മോതിരമായി ഉപയോഗിക്കേണ്ടതില്ല, നിങ്ങളെ സാധനമല്ലേ. ആ സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോ ഈ സ്വഹാബിയുടെ മറുപടി എന്താണ്? വല്ലാഹി ലാ അൽബസു അബദാ, ഞാൻ ആ മോതിരം ധരിക്കൂല എന്ന് മാത്രമല്ല അതെടുക്കാനും ഞാനില്ല. കാരണം എന്താ? എന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിൽ നിന്ന് മാറ്റിവെച്ചതല്ലേ, അത് പിന്നെ ഞാൻ എടുക്കാനോ എനിക്കതിനോട് താല്പര്യമില്ല. ഇതാണ് അനുധാവനത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത്. സ്നേഹാതുരമായ മനസ്സോടെ സ്നേഹഭാജനമായ പ്രവാചകരുടെ വചനങ്ങളെ ഹൃദയം കൊണ്ടങ്ങേറ്റെടുക്കുകയാണ്. ഇനി ആ സാധനം തന്നെ വേണ്ടാന്ന ആലോചനയാണ്, എന്ന ചിന്തയാണ്.
മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്തത് വലിച്ചെറിയുമോ ചെറുപ്പക്കാരാ? വലിച്ചെറിയാൻ കഴിയുമോ പെങ്ങളെ? അങ്ങനെ വലിച്ചെറിയാൻ പറ്റിയിരുന്നുവെങ്കിൽ നിങ്ങൾ അന്യപുരുഷനോട് അതേ ഡയലോഗ് അടിക്കുമായിരുന്നോ, ചാറ്റ് ചെയ്യുമായിരുന്നോ? നിങ്ങൾ അന്യ സ്ത്രീയോട് അതേ മെസ്സേജ് അയച്ച് അവരെ വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുമായിരുന്നോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനിഷ്ടമുണ്ടെന്നതിൽ സംശയം ഇല്ല. അതേ സൗത്തുൽ മർഅതി ഔറത്തുൻ, ഒരു സ്ത്രീയുടെ ശബ്ദം എന്ന് പറയുന്നത് ഔറത്താണ്. അത് ആസ്വദിച്ച് കേൾക്കാൻ പറ്റുന്നതല്ല. കഴിഞ്ഞോ? അതേ ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ നോക്കുമ്പോ ആ നോട്ടം അതേ കണ്ണുകൊണ്ടുള്ള സിനയാണെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒരാണിനെ നോക്കിയാലോ അതും കണ്ണുകൊണ്ടുള്ള സിനയാണെന്നാണ് പഠിപ്പിച്ചത്. ഇനി നാക്കുകൊണ്ട് അവളോട് സംസാരിച്ചാലോ അതും സിനയുടെ ഭാഗമാണെന്നാ പറഞ്ഞത്. അതേ ആ സൗന്ദര്യമുള്ള ശബ്ദം കേട്ട് ആസ്വദിച്ചാലോ അത് ചെവി കൊണ്ടുള്ള സിനയാണെന്നാ പറഞ്ഞത്. കൈകൊണ്ടൊന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്താലോ കൈകൊണ്ടുള്ള സിനയാണെന്നാ പറഞ്ഞത്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാ വിശദീകരിച്ചത്. എന്റെ പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനിഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഇത്തിബാഇന്റെ സൗന്ദര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അവിടുത്തെ ഹിതത്തിനനുസരിച്ചങ്ങ് ജീവിക്കുക, അവിടുത്തെ താല്പര്യത്തിനനുസരിച്ചങ്ങ് മുന്നോട്ട് പോകുക. കണ്ടോ, ഒരവസരം നിങ്ങൾക്ക് കാണാം. ഹീനമാ ഖലഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി ഫിസ്സലാ, നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ചെരുപ്പ് അഴിച്ചു വെച്ചു. നിസ്കരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെരുപ്പും കൊണ്ട് നടക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചപ്പോൾ സ്വഹാബത്ത് മുഴുവനും അവരുടെ എല്ലാവരും ചെരുപ്പം കഴിച്ചു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പ് അഴിച്ചു വെച്ചപ്പോൾ എല്ലാവരും ചെരുപ്പ് അഴിച്ചു വെച്ചു. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു ബി അസ്ഹാബിഹി, തന്റെ സ്വഹാബാക്കളെയും കൊണ്ട് നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ചപ്പോൾ സാധാരണ എങ്ങനെയാണ് അവിടുന്ന് നിസ്കരിക്കുമ്പോ ചെയ്യാറുള്ളത്? ഇടതുഭാഗത്ത് ചെരുപ്പം അഴിച്ചു വെക്കലാണ്. ഇന്നത്തെ ദിവസം കുറച്ചപ്പുറത്ത് അഴിച്ചു വെച്ചതാണ്. അങ്ങനെ അഴിച്ചു വെച്ചപ്പോ സ്വഹാബാക്കളൊക്കെ അഴിച്ചു വെച്ചു. ഫലമ്മാ ഖദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോ ഖാൽ ചോദിച്ചു, മാ ഹമലക്കും അലാ യൽഖായിനി ആലിക്കും, നിങ്ങളും എന്തിനാ കുറച്ച് ദൂരത്ത് ചെരുപ്പഴിച്ച് മാറ്റി വെച്ചത്? എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാനുള്ള കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ഖാലൂ, ആ സ്വഹാബാക്കൾ പറഞ്ഞു, റഅയ്നാക അൽഖൈതന അലൈക ഫഅൽഖൈനാ നിഅലിനാ. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. ആ ഉത്തരം എന്താണ്? അങ്ങ് ചെരുപ്പ് അഴിച്ചു വെക്കുന്നത് കണ്ടു, അതുകൊണ്ട് നമ്മൾ അഴിച്ചു വെച്ചു. വേറൊന്നും മറുപടിയില്ല. അങ്ങ് ചെരുപ്പ് അഴിച്ചു വെക്കുന്നത് കണ്ടു, അതുകൊണ്ട് നമ്മളും അടിച്ചു വെച്ചു, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ജിബ്രീൽ അതാനി, തീർച്ചയായിട്ടും ജിബ്രീൽ എന്റെ അടുക്കലേക്ക് വന്നു, ഫഅഖ്ബിർനി അന്ന ഫിഹാ ഖദറൻ, എന്നിട്ട് എന്നോട് അറിയിച്ചു എന്റെ ചെരുപ്പിന്റെ താഴ്ഭാഗത്ത് നജസുണ്ട്, അതേ മ്ലേച്ഛമായ വസ്തുവുണ്ട് എന്നറിയിച്ചു. അങ്ങനെ അറിയിച്ചതിന്റെ പേരിലാണ് ഞാൻ ചെരുപ്പൂരി ദൂരേക്ക് മാറ്റിവെച്ചതെന്ന് സയ്യിദുനാ മുഹമ്മദ്
മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. കാരണം എന്താണ്? അങ്ങനെ ചെരുപ്പ് ദൂരെ എവിടെയോ മാറ്റി വെക്കണം എന്നില്ല എന്ന് ബോധ്യപ്പെടുത്താനും കൂടെയാണ് ഇന്നിങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ടാണ് എന്നറിയിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടപ്പോ അതേപടി അങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. കണ്ടപ്പോ അതേപടി അങ്ങനെ തന്നെ അങ്ങ് അനുവർത്തിക്കുകയാണ്. അതാണ് ഇത്തിബാഇന്റെ സൗന്ദര്യം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി നിർവഹിക്കുന്നതാണ്. ഇങ്ങനെയാണ് സ്വഹാബാക്കളുടെ വികാരം മുഴുവനും ഹബീബാണ്. അവിടുത്തെ താല്പര്യങ്ങൾ മുത്തുനബിയുടെ താല്പര്യങ്ങളാണ്. കണ്ടോ, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാള് സദ്യക്ക് വിളിച്ചു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫദഹബ്തു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ദാലിക തുആം. ആ ഭക്ഷണത്തിന് വേണ്ടി ഞാനും കൂടെ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ അങ്ങോട്ട് പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കലെത്തി. ഭക്ഷണമൊക്കെ കൊണ്ടുവച്ചു. നല്ല പത്തിരിയുണ്ട്, അതേപോലെ തന്നെ നല്ല കറികളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊണ്ടുവച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്യുന്നത്? ഫറഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കാണുകയാണ്. എന്താണ് കാണുന്നത്? അതിൽ നിന്ന് ദുബ്ബ ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണ്. മിൻ ഹവാലിൽ ഖസ്വ, ആ തദേ ഭക്ഷണം കൊണ്ടുവച്ച തളികയില്ലയോ, അതേ അവിടെ കൊണ്ടുവച്ച അതേ കറിയുടെ പാത്രമില്ലയോ, അതിന്റെ പാർശ്വഭാഗങ്ങളിൽ നിന്ന് ചെരങ്ങ ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നാണ്. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ചെരങ്ങയോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാണ് എന്നെനിക്ക് മനസ്സിലായി. എന്നാൽ ഞാനോ, എനിക്ക് ചെരങ്ങയോട് ഇഷ്ടമില്ലാത്ത ആളാണ്. എനിക്ക് ചെരങ്ങയോട് ഇഷ്ടമില്ലാത്തയാളാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ ദിവസം മുതൽ ചിരങ്ങയോട് എനിക്ക് അനിഷ്ടമല്ല. അന്നു മുതൽ ആ ചെരങ്ങ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. എനിക്കിഷ്ടമില്ലെങ്കിലും എന്റെ ഹബീബിന് ഇഷ്ടമുണ്ടെങ്കിൽ അതാണ് എന്റെ ഇഷ്ടമെന്നാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വസ്തുക്കളിൽ പോലും ലോകത്തിന്റെ നേതാവിന്റെ ഇഷ്ടത്തെ പരിഗണിച്ചുകൊണ്ട് ഇഷ്ടപ്പെടുന്ന അനുയായികളാണ് അനുഗ്രഹീതരായ സ്വഹാബാക്കളെന്നല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ എത്ര അനുഭവങ്ങളുണ്ട്. തങ്ങളെ ഇഷ്ടത്തിന് അതേ പരിഗണന കൊടുക്കാതെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിന് പരിഗണന കൊടുത്തുകൊണ്ട് അതിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നതിന്റെ അനുഭവങ്ങൾ എത്രയാണ് സഹോദരങ്ങളെ. ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ പറഞ്ഞ വിഷയത്തിൽ ഒരു അധികമായ അന്വേഷണമുണ്ടോ? സ്വഹാബാക്കൾക്ക് ഇല്ല, അങ്ങനെ ഒരു അന്വേഷണവുമില്ല. അതപ്പടി അങ്ങ് അനുസരിക്കലാണ്. നമ്മള് പള്ളിയിൽ ഉസ്താദ് ഒരു സംഗതി പറഞ്ഞു ഒരു ചെറുപ്പക്കാരനോട്. അപ്പൊ ഉസ്താദ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം അത് ഇങ്ങനെയല്ലേ, അത് മറ്റേതെങ്ങനല്ലേ, ഇങ്ങനെ കുറെ ചോദ്യങ്ങളാണ് തിരിച്ച്. അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ അത് ശരിയില്ല എന്ന് പറഞ്ഞാൽ അതിനെന്താ ശരിക്കേട്, അതിന് ഇങ്ങനെ കാണണ്ടോ അങ്ങനെ കാണണ്ടോ, ഇങ്ങനെ ചോദിച്ച് പലതും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മഹബത്തുള്ള ആളുകൾ, ഇത്തിബാഇന്റെ മനസ്സുള്ള ആളുകൾ അത്തരം ന്യായീകരണത്തിന്റെ വഴിയിലേക്കൊന്നും പോകൂല. പറഞ്ഞത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് അങ്ങനെ തന്നെ അനുസരിക്കലാണ്.
നിങ്ങൾ നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, കുന്തു അസ്ഖാ അബാ ഉബൈദ വ അബാ തൽഹ വ ഉബയ്യ് ഇബ്നു കഅബ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എവിടെ? അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അവരുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? മദ്യം കുടിക്കാനാണ്. മദ്യം നേരത്തെ ഹറാമാക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ആ മദ്യം നിറച്ച പാത്രം ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോ ആ നിൽക്കുന്ന സമയത്ത് അതാ ഒരാള് വരികയാണ്. ഞങ്ങള് മദ്യത്തിന്റെ പാത്രമൊക്കെ ഇങ്ങനെ റെഡിയാക്കി മദ്യമൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ കുടിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് ഒരാള് വരികയാണ്. അങ്ങനെ വരുന്നിട്ട് പറയാണ്, ഫഖാൽ ഇന്നൽ ഖംറ ഖദ് ഹുരിമത്, ഇതാ മദ്യം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വാചകമേ പറഞ്ഞുള്ളൂ. ഫഖാല അബൂ തൽഹ, ഉടനെ അബൂ തൽഹ എന്ന അവരുടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അബൂ തൽഹ എന്ന് പറഞ്ഞാൽ മദീനയിലെ ഏറ്റവും വലിയ മദ്യത്തിന്റെ വിതരണക്കാരനാണ്, ചില്ലറയാളല്ല. നേരത്തെ അത് അനുവദിക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ വലിയ വിതരണക്കാരനാണ്. ആ സ്വഹാബി എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പറയാം, ഖും യാ അനസ്, ഓ അനസ് എഴുന്നേറ്റോ, നമ്മളിത് കുടിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുകയല്ലേ, എങ്കിൽ പറയട്ടെ, എനിക്ക് കുടിക്കലില്ല, അതിനെ ഒടിച്ചു കളയൂ, അതിനെ അതാ വലിച്ചെറിയൂ. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, അതേ ഒരാള് വന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഇത് ഹറാമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അയാളോട് ചോദിച്ചോ, നിങ്ങളാരാ പറയാൻ, നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്, എന്താ പറഞ്ഞത്, പൂർണ്ണമായും പറ്റില്ല എന്നാണോ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിശദീകരണം അവര് ചോദിച്ചോ? ഇല്ല. അങ്ങനെ ഹറാമാക്കപ്പെട്ടു എന്നാണെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കുന്നു, അതിൽ നിന്നങ്ങ് മാറുകയാണ്, അതിനെ വലിച്ചെറിയുകയാണ്. ഇതാണ് യഥാർത്ഥ ഇത്തിബാഇന്റെ മനസ്സ്. അതെന്തുകൊണ്ടാണ്? മുത്തുനബിയാണ് വലുത്, അവിടത്തേക്കാണ് പ്രയോറിറ്റി, എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കല്ല. ഇതാണ് നമ്മളെ സ്വഹാബാക്കളിൽ കാണുന്നത്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അതേ ഫലമലമ്മാ ഫതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ വിജയിച്ചപ്പോ അതാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി, എന്നിട്ടോ ഞങ്ങൾ ഇതാ ഒരു കഴുതയെ ഇങ്ങനെ അതേ അറുത്ത് പാകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതേ നാട്ടുകഴുതയെ തിന്നാൻ പറ്റുന്ന കാലമാണ്, അങ്ങനെ അനുവദിക്കപ്പെട്ട കാലമാണ്. ആ സമയത്ത് ഞങ്ങൾ അതാ അതിനെ വേവിക്കുകയാണ്. ഞങ്ങൾ അതിനെങ്ങനെ വേവിച്ച് നല്ല പാകത്തിലാക്കി കൊണ്ടുവരികയാണ്. കാരണം വിശക്കുന്നുണ്ട്, കഴിക്കാൻ വേണ്ടി പാകപ്പെടുത്തിയതാണ്. അത് പാകപ്പെടുത്തുന്ന സമയം വരെ അതിനോട് യാതൊരു വിയോജിപ്പുമില്ല. അത് പാകപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോ ഫനാദാ മുനാദിൻ, അതാ വിളിച്ചു പറയുന്ന ഒരാള് വിളിച്ചു പറയുകയാണ്. ആരാണ് ആ വിളിച്ചു പറയാൻ അറിയിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൂതനാണ്. ആ വ്യക്തി വിളിച്ചു പറയുന്നു, അലാ ഇന്നല്ലാഹ വറസൂലഹു യൻഹാനികും അൻഹാ, അല്ലാഹുവും അവന്റെ പ്രവാചകരും നിങ്ങളോട് വിരോധിച്ചിരിക്കുന്നു. അൻഹാ, ആ കഴുതയെ ഭക്ഷിക്കുന്നതിൽ നിന്ന് വിരോധം പറഞ്ഞിരിക്കുന്നു. ആ കഴുതയെ ഭക്ഷിക്കുന്നതിൽ നിന്ന് വിരോധം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, വിശക്കുന്നുണ്ട്, പാകപ്പെട്ട് നിൽക്കുന്ന മാംസമാണ്. ആ സമയത്താണ് ഈ ഓർഡർ വരുന്നത്. ആ സ്വഹാബാക്കൾ എന്തു ചെയ്തു? ആ പാകപ്പെട്ട് നിൽക്കുന്ന മാംസമുള്ള പാത്രമില്ലയോ, അതിനെ അങ്ങനെ തന്നെ അങ്ങ് മറിച്ചു കളഞ്ഞു. അവിടെ അവർ ചിന്തിച്ചോ, ഇത്
പറയുന്നതിന് മുമ്പ് പാകപ്പെടുത്തിയതല്ലേ, അതുകൊണ്ട് അങ്ങ് കഴിച്ചു കളയാ എന്നവര് വിചാരിച്ചോ? ഇല്ല, അവര് വിചാരിച്ചത് ഇത് കടിക്കണ്ടെന്ന് എന്റെ മുത്തുനബി പറഞ്ഞെങ്കിൽ, എന്റെ ഹബീബ് അങ്ങനെ ആജ്ഞാപിച്ചെങ്കിൽ ഞങ്ങൾക്കത് വേണ്ട, അതപ്പടി അങ്ങ് അനുസരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ മഹബ്ബത്തുള്ളവരുടെ പ്രതികരണം. യഥാർത്ഥ ഇത്തിബാഇന്റെ രീതിയും അതുതന്നെയാണ്. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പ്രധാനം. അവിടുത്തേക്കാണ് ഏറ്റവും വലിയ പ്രാമുഖ്യം. അവിടെ എന്റെ ഹവൻ നഫ്സിന്റെ താല്പര്യം പ്രസക്തമല്ല, എന്റെ വൈകാരികതയ്ക്ക് പ്രസക്തിയില്ല, എന്റെ എന്തെങ്കിലും ആസ്വാദനങ്ങൾക്ക് പ്രസക്തിയില്ല. മുത്തുനബിയെ അപ്പടി അനുസരിക്കലാണ്. ഒരനുഭവം കൂടെ പറയട്ടെ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. എന്താണ് ഉദ്ധരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച ദിവസം മസ്ജിദുൻ നബവിയിൽ നിൽക്കുകയാ. അങ്ങനെ നിൽക്കുമ്പോ മസ്ജിദുൻ നബവിയിൽ മിമ്പറിൽ കയറി അതിന്റെ ജിമാഅ ദിവസത്തെ നസീഹത്ത് നടത്തുമ്പോ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇജ്ലിസു, ഇരിക്കൂ എന്ന് പറഞ്ഞു. ആ ഇരിക്കൂ എന്ന വാചകം കേട്ടു ഫസമിഅ ദാലിക ഇബ്നു മസ്ഊദ്, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ഒരു കൽപ്പനയെ കേട്ടു. എവിടുന്നാ കേട്ടത്? പള്ളിയുടെ അകത്തെത്തിയിട്ടില്ല, പള്ളിയുടെ അകത്തേക്ക് എത്തിയിട്ടില്ല, പള്ളിയുടെ പുറത്താണുള്ളത്. ആ പുറത്തുനിന്നാണ് കേൾക്കുന്നത്. പള്ളിയുടെ വാതിലിന് മുമ്പേ ആയി വഴിയിലാണ് മഹാനവറുകൾ ഉള്ളത്. അവിടെ നിന്നാണ് ഇരിക്കാൻ വേണ്ടി കേൾക്കുന്നത്, നിർദ്ദേശം കേൾക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഫജലസ അലാ ബാബിൽ മസ്ജിദ്, പള്ളിയുടെ പുറത്ത് വാതിലിന്റെ മുൻഭാഗത്തായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. ഈ ഇരുത്തം കണ്ടു ഫറആഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഇരുത്തം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണുകയാ. എന്തിനു വേണ്ടിയാണ് ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇരുന്നത്? യഥാർത്ഥത്തിൽ പള്ളിയിൽ എത്തിപ്പെട്ട ആളുകളോടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞത്. പള്ളിയുടെ അകത്ത് കയറിയ ആളുകളോടാണ്, ആ കയറി വന്ന ആളുകളോട് ഇരിക്കാൻ ആജ്ഞാപിച്ചതാണ്. പക്ഷേ പള്ളിയിൽ എത്തുന്നതിന് മുമ്പ് ഈ ആജ്ഞ ഇബ്നു മസ്ഊദ് തങ്ങൾ കേട്ടപ്പോൾ, ആ കേട്ട സമയത്ത് മഹാനവറുകൾ അവിടെ ഒറ്റ ഇരുത്തിയിരുന്നു. കാരണം മുത്തുനബി ഇരിക്കാനല്ലേ പറഞ്ഞത്, ഇനി ഇവിടെ ഇരിക്കുകയാണ്, ഇനി ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ പള്ളിയിലേക്ക് അങ്ങ് പോകാം. ഇതാണ് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളുടെ ആലോചന. ഈ രംഗമാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത്. കണ്ടപ്പോൾ ഫഖാൽ തആല യാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ അവിടെ ഇരിക്കണ്ട, ഇങ്ങോട്ട് കടന്നു വന്നോളൂ. നിങ്ങളോടല്ല ഇരിക്കാൻ പറഞ്ഞത്, പള്ളിയിലുള്ളവരോടാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആ ആജ്ഞ, ആ നിർദ്ദേശം കേട്ട മാത്രയിൽ മഹാനവറുകൾ അങ്ങനെ ഇരുന്നു. അതാണ് അവരുടെ ഇത്തിബാഇന്റെ മനസ്സ്. വല്ലാത്തൊരു അനുകരണമാണ്. കാരണം അവരുടെ ഖൽബിൽ അത്രയും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാധീനം ചെലുത്തിയതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മളവസ്ഥ എന്താന്ന് ആലോചിക്കുക, നമ്മളവസ്ഥ എന്താന്ന് ആലോചിക്കുക. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു, ഖുർആൻ പാരായണമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം. നമ്മളത് അവഗണിക്കലാണ് ഇഷ്ടം, നമ്മളത് അവഗണിക്കലാണ് ഇഷ്ടം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടവും ജീവിതത്തിന്റെ ചര്യയും എന്താണ്? എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെല്ലലാണ്. 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുക, അല്ലെങ്കിൽ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ദിവസത്തെയും പതിവാണ്. നമ്മളെ പതിവോ
ഗീബത്ത് പറയലാണ്, നമീമത്ത് പറയലാണ്, ഫിത്ന പറയലാണ്, ഹറാമ് സംസാരിക്കലാണ്. ഒരു നല്ല കാര്യത്തിന് നാവ് ഉപയോഗിക്കലല്ല. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. സൃഷ്ടിച്ച നാഥനോടുള്ള വിധേയത്വമാണ്, വിനയപൂർവമുള്ള അപേക്ഷയാണ്. അത് നമുക്ക് നിർവഹിക്കാൻ മനസ്സുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞു പഠിപ്പിച്ചു തരികയാണ്. അവിടുത്തെ പതിവ് അങ്ങനെയാണ്. ചോദിക്കട്ടെ, എല്ലാ ദിവസവും 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർ എത്ര ആളുകൾ ഈ മജ്ലിസിലുണ്ട്? 100 വട്ടം പോയിട്ട് 5 നേരത്തെ നിസ്കാരത്തിനു ശേഷം അത് വല്ലാത്തൊരു സന്ദർഭമല്ലയോ, സമയമല്ലയോ? ഇജാബത്തുള്ള 2 പ്രധാനപ്പെട്ട സന്ദർഭമുണ്ട്. ഇജാബത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ള 2 സമയം. ഒന്ന് ജൗഫുൽ ലൈലാണ്, രാത്രി പാതിരാത്രിയാണ്. അവിടെയുള്ള റബ്ബിനോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാബത്താണ്. രണ്ടാമത്തെ ഇന്ദദുബരി സ്വലാ, എല്ലാ നിസ്കാരവും നിർവഹിച്ചതിന്റെ ഉടനെയാണ്. ഓ ചെറുപ്പക്കാരാ, ഓ പെങ്ങളെ, ചോദിക്കട്ടെ, നിസ്കാരം നിർവഹിച്ചിട്ടൊരു 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ആദരണീയനായ സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സാദാത്യങ്ങളെ തണൽ നമുക്ക് നീട്ടിത്തരട്ടെ. അവരോടുള്ള മഹബ്ബത്ത് നമ്മളെ ഖൽബിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അവരെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പൊ നിസ്കാരം നിർവഹിച്ച ഉടനെയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടെന്ന് പറയുന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് പഠിപ്പിച്ച അദ്കാറുകൾ, ചെല്ലാൻ പറഞ്ഞ കാര്യങ്ങൾ. ആയത്തുൽ കുർസി ഓതാൻ നമുക്ക് സമയമില്ല. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം പറയാൻ നമുക്ക് നേരമില്ല. അൽഹംദുലില്ലാഹ് പറയാനോ അല്ലാഹു അക്ബർ പറയാനോ നമുക്ക് മനസ്സ് വരുന്നില്ല. 100 വട്ടം ഒരു പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് പോയിട്ട് 5 നേരത്തെ നിസ്കാരത്തിനു ശേഷം ഏറ്റവും ഇജാബത്തുള്ള സമയമാണെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ സമയത്തെങ്കിലും ഒരു 3 പ്രാവശ്യം ഖൽബ് തട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുച്ചരിക്കാൻ, പറയാൻ, റബ്ബിനോട് അപേക്ഷ സമർപ്പിക്കാൻ നമുക്ക് മനസ്സു വരാറുണ്ടോ? നമ്മളെ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. നമ്മളെ മഹബ്ബത്ത് എവിടെയാണ്? നമ്മുടെ ഇത്തിബാ എവിടെയാണ്? നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക, വിജയിക്കാൻ പറ്റുക? ഖൽബിൽ ഹബീബിനോടുള്ള മഹബ്ബത്ത്, അതെ, അത് നിറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തോടുള്ള ഇത്തിബാഇന്റെ വിഷയത്തിൽ നമ്മൾ പിറകിലാണ്. നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാനുള്ള മനസ്സ് കിട്ടുന്നില്ല, തസ്ബീഹ് ചൊല്ലാനുള്ള മനസ്സ് കിട്ടുന്നില്ല. അതേ, അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അവനെ ഇഷ്ടം വെച്ചുകൊണ്ട് ഒരു റക്അത്ത് പോലും നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സുബ്ഹാനല്ലാഹ്, സഹാബാക്കൾ പറയാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ മുത്തുനബി സുജൂദ് കിടന്നാൽ ഞങ്ങൾ വിചാരിച്ചു പോകും അവിടുന്ന് വഫാത്തായി പോയോന്ന്. കാരണം അവിടുത്തെ ശരീരത്തിന് അനക്കമില്ല, ദീർഘമായ സുജൂദാണ്. സൃഷ്ടാവിലേക്ക് മനസ്സു
മനസ്സു ലയിച്ചതാണ്. ഹബീബിനോടുള്ള മുനാജാത്താണ്, അവനിലേക്കുള്ള വിലയമാണ്. അതങ്ങനെ ആസ്വദിക്കുകയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി അതൊരു 3 പ്രാവശ്യം ക്ഷമയോടെ ചെല്ലാനുള്ള മനസ്സില്ല. അതൊരു 11 പ്രാവശ്യം ഒറ്റക്കാകുമ്പോൾ ചെല്ലുന്നത് അതേ കമാലിന്റെ പൂർണ്ണതയിലുള്ള നിസ്കാരമല്ലയോ? നിസ്കാരത്തിന്റെ ഏറ്റവും പൂർണ്ണതയുടെ ഉയർന്ന തലത്തിലുള്ള അവസ്ഥയിൽ നിർവഹിക്കേണ്ടതല്ലയോ? എത്ര കാലമായി നമ്മളൊന്ന് സുജൂദിൽ അല്ലാഹുവിന്റെ മഹത്വം പറയുന്ന തസ്ബീഹിന്റെ വചനം ഒരു 11 വട്ടം ചൊല്ലിയിട്ട് സുന്നത്ത് നിസ്കരിക്കുമ്പോ നമുക്കങ്ങനെ നിർവഹിക്കാൻ അവസരമുണ്ടല്ലോ. ജമാഅത്ത് നിസ്കരിക്കുമ്പോ ഇമാമിന്റെ കൂടെ പോണല്ലോ. അപ്പൊ അതിനൽ കലാം കമാലിന്റെ വഴിയിലാണ് ഇമാം പോവുക. കാരണം ഈ മഅ്മൂമീങ്ങളുടെ കൂട്ടത്തിൽ ദുആഫാക്കളുണ്ടാകും, ദുർബലരുണ്ടാകും, വേഗം പോകേണ്ട ആളുകളുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോ ഇമാമിന് നിസ്കാരം നീട്ടാൻ പറ്റൂല. അത് ഇസ്ലാം ചെയ്യുന്ന എളുപ്പമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് കാണിക്കുന്ന കാരുണ്യമാണ്. ഒരു വിഷയത്തിലും നമ്മൾ പ്രയാസപ്പെടരുതെന്ന ചിന്തയാണ്. അതുകൊണ്ട് ഒന്നായി നിസ്കരിക്കുമ്പോ ഇമാമ് ഒരു 11 വട്ടം തസ്ബീഹ് ഇല്ല, അത് പറ്റൂല. എല്ലാവരും സ്ഥിരം മഅ്മൂമീങ്ങളാണ്, അവർക്കൊക്കെ നീട്ടുന്നത് ഇഷ്ടമാണ്. മഹ്സൂരീങ്ങളായ മഅ്മൂമീങ്ങളാണ്, അവർക്ക് റിളയുണ്ട് ഇങ്ങനെ നീട്ടുന്നതിൽ. അങ്ങനെയുള്ള ഇമാമിന് നീട്ടാം. അതല്ലാതെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ജമാഅത്തിന്റെ സന്ദർഭത്തിൽ അങ്ങനെ നീട്ടാനുള്ള വകുപ്പില്ല. അപ്പൊ ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇമാമിനനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. അതേസമയം നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ തടസ്സമില്ല. റവാത്തിബ് നിസ്കരിക്കുമ്പോ ചെല്ലാം ഒരു 11 വട്ടം തസ്ബീഹ്. എപ്പോഴെങ്കിലും ഒന്നങ്ങനെ ചൊല്ലി നോക്കിയാൽ ഹബീബ് ദീർഘമായ സുജൂദ് ചെയ്തിട്ട് അവിടത്തെ വഫാത്ത് സംഭവിച്ചു പോയോ എന്നുപോലും ചിന്തിച്ചു പോയെങ്കിൽ മുത്തുനബിയുടെ രോമത്തിനു പോലും വിലയില്ലാത്ത നമ്മള് റബ്ബിന്റെ മുന്നിൽ എത്രയാണ് കിടക്കേണ്ടത്? കഴിഞ്ഞോ ഇല്ല. ദീർഘമായ നിസ്കാരങ്ങളാണ്, ദീർഘമായ നിസ്കാരങ്ങളാണ്. രാത്രി ദീർഘമായ നിസ്കാരമാണ്. ഒരു റക്അത്തിൽ സൂറത്തുൽ ബഖറയാണ് പാരായണം ചെയ്യുന്നത്. നമ്മൾ ഒരു ദിവസം സൂറത്തുൽ ബഖറ പാരായണം ചെയ്ത് തീർത്തിട്ടില്ല. കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ഇല്ല. ഇത് 2.5-3 ജുസിന്റെ അടുത്തില്ലേ? 2.5 ജുസിന്റെ അടുത്തില്ലേ? നടക്കുവോ എന്നാണ് ആലോചിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം ഒരു റക്അത്തിൽ സൂറത്തുൽ ബഖറയാ, പിന്നെ സൂറത്തുൽ അൻആം. ദീർഘമായ അധ്യായങ്ങൾ നിസ്കാരത്തിൽ ഓതിയിട്ട് നിസ്കരിക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ചപ്പോഴാണ് അതേ പാതിരാവിന്റെ അർദ്ധയാമങ്ങളിൽ അല്ലാഹുവിന്റെ മുന്നിൽ വിനയത്തോടെ അനുഗ്രഹീതരായ പ്രവാചകര് ആരാധനയിലായി സമയം ചെലവഴിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന നേതാവിന്റെ കാൽപാദങ്ങള് പരാതി പറയാൻ തുടങ്ങി. കാലിന്റെ മുകളിൽ നീരുകെട്ട് വീർത്തു. വേദന സഹിച്ച് വീണ്ടും നിസ്കരിക്കുമ്പോഴാണ് പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ലോകത്തിന്റെ നേതാവേ, അതേ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നേതാവ്, അവിടെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത്? അപ്പോഴാണ് ലോകാനുഗ്രഹിയുടെ മറുപടി, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ. അല്ലാഹുവിനെ ഇത്രയും വലിയ നിഅമത്തൊക്കെ തന്ന പടച്ചവനില്ലേ, ആ പടച്ച റബ്ബിന് ശുക്ർ ചെയ്യുന്ന അടിമയായി ഞാൻ മാറണ്ടയോ? ബുസൂരി തങ്ങളെ പാടിയല്ലോ, വലം തോ സുന്നത
من أحيا الظلام إلى أن اشتقت قدما الضرى من ورمي ചെല്ലുമോ ഒരു സ്വലാത്ത് മദീനയിലേക്ക് മനസ്സ് തിരിച്ചിട്ട് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഞാൻ എൻ്റെ പ്രഭാഷണം ചുരുക്കുകയാണ്. സയ്യിദ് അവരുടെ പ്രാർത്ഥനയിലേക്ക് കടക്കാനുണ്ട്. സ്നേഹജനങ്ങളെ, മനസ്സ് വരണം ഇലൽ മദീന, ആത്മാവിനെ കണക്ട് ചെയ്യണം ഇലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ജീവിതത്തിൽ അവിടുത്തെ മനസ്സുകൊണ്ട് ഏറ്റെടുത്തിട്ട് അവിടുത്തെ തിരുചര്യയിൽ നിന്ന് ആവുന്നതെല്ലാം ഇന്നു മുതൽ പകർത്തണമെന്ന പ്രതിജ്ഞയ്ക്ക് വേണ്ടിയല്ലയോ പാവപ്പെട്ട റാഷിദ് സംസാരിക്കുന്നത്, നിങ്ങൾ ഈ സംസാരം കേൾക്കുന്നത്. അതിന്റെ ഭാഗമായി ഞാൻ രണ്ടാമത്തെ നസീഹത്തായി പറയട്ടെ. മുത്തുനബിയുടെ പതിവായ ഇസ്തിഗ്ഫാർ ഇന്നത്തെ രാത്രി മുതൽ ഒന്ന് പതിവാക്കുമോ? എന്റെ ജീവിതത്തിൽ ഉണ്ടാകാനാണ്, നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകാനാണ്, അതുകൊണ്ടൊന്ന് രക്ഷപ്പെടാനാണ്. ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ആരാധനകൾ നിർവഹിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ചെറുതായ സമയം ഉപയോഗപ്പെടുത്തി അവിടുത്തോടുള്ള ഇത്തിബാഇന്റെ ഭാഗമായി ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ചെയ്താലോ ഹബീബ് നമ്മളെ കൈപിടിക്കുമല്ലോ. അല്ലാഹു പാരത്രികമായ ലോകത്ത് വലിയ ദറജ നൽകുമല്ലോ. ചെറിയ കാര്യങ്ങൾക്കും അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് വലിയ സ്ഥാനമാനങ്ങളും നൽകാം. കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടത്തേക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. അപ്പോഴാണ് ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ സ്വർഗത്തിന്റെ സുന്ദരമായ വഴിയിലൂടെ പ്രൗഢമായി ഇങ്ങനെ നടന്നു പോകുകയാണ്. എന്തൊരു സൗന്ദര്യമാണ്, എത്ര നല്ല വസ്ത്രമാണ്. മുത്തുനബി ആരാണെന്ന് ശ്രദ്ധിച്ചു. അപ്പോഴാണ് പുതുക്കമുള്ള ചെരുപ്പം ധരിച്ചൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ആരാണ്? മുത്തുനബിയുടെ മുഅദ്ദിനായ ബിലാൽ തങ്ങളാണ് റളിയല്ലാഹു അൻഹു ആണ്. സ്വർഗീയ ലോകത്ത് പ്രൗഢമായ നിലക്കതിന്റെ വഴികളിലൂടെ നടന്നു പോകുന്ന പ്രിയപ്പെട്ട അനുയായിയുടെ കാഴ്ച കൽബിൽ കുറിച്ചു വെച്ചിട്ട് മസ്ജിദുൻ നബവിയിലേക്ക് ലോകത്തിന്റെ നേതാവ് തിരിച്ചു വന്നിട്ട് അവിടെ ഇരിക്കുമ്പോ അതാ തിരയുന്നത് ആരെയാണ്? മഹാനായ ബിലാൽ തങ്ങളെയാണ്. നോക്കിയിട്ട് ബിലാൽ തങ്ങളോട് ചോദിച്ചല്ലോ, പറഞ്ഞല്ലോ, സമയത്തു ദഫ്അൻ അലൈക യാ ബിലാൽ. സ്വർഗീയ ലോകത്തെ സട്ടാവനിക്ക് കാണിച്ചു തന്നപ്പോ പ്രിയപ്പെട്ട ബിലാലേ, എനിക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച എന്താണ്? സ്വർഗീയമായ ലോകത്തുകൂടെ പുതിയ ചെരുപ്പം ധരിച്ച് നടക്കുന്ന സുന്ദരനായ നിങ്ങളെയാണ്. നിങ്ങളെ പുതിയ ചെരുപ്പിന്റെ കരകരാ ശബ്ദം ഞാനൊന്ന് കേട്ടോ ബിലാലേ. ആ ഒരു പ്രൗഢമായ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കാരണമായ പ്രവർത്തനം എന്താണ്? എന്തോ ഒരു കാര്യം നിങ്ങൾ കാര്യമായി ചെയ്തിട്ടുണ്ടല്ലോ ബിലാലേ എന്ന് ലോകത്തിന്റെ നേതാവ് ചോദിച്ചപ്പോൾ മഹാനായ ബിലാൽ തങ്ങൾ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, വലിയ സംഗതികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന, ഞാൻ കൃത്യമായി പതിവാക്കി നടക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണ്? എനിക്കെപ്പോഴെല്ലാം അശുദ്ധി ഉണ്ടാകുന്നുവോ, എന്റെ വുളൂ നഷ്ടപ്പെടുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ വുളൂ എടുക്കും. എപ്പോഴെല്ലാം എന്റെ വുളൂ നഷ്ടപ്പെടുന്നുവോ അപ്പോഴൊക്കെ ഞാൻ വുളൂ എടുക്കും. വുളൂ എടുത്താൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുണ്ടെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ.
ഞാൻ ആ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാറില്ല. വുളൂ നഷ്ടപ്പെടുന്ന സമയത്ത് മുഴുവനും ഞാൻ വുളൂ എടുക്കും. അങ്ങനെ എടുത്താൽ അതിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ ഒഴിവാക്കാറില്ല. ഇതെന്റെ ഒരു പതിവാണ്. മഹാനായ ബിലാൽ തങ്ങൾ മറുപടി പറഞ്ഞപ്പോ, ബലായ ബിലാൽ, സ്വർഗീയ ലോകത്ത് ഞാൻ കണ്ട പ്രൗഢമായ അവസ്ഥ നിങ്ങൾക്ക് ലഭിക്കാൻ അല്ലാഹു തരാനുള്ള കാരണം എന്താണ്? ഈ ഒരു പ്രവർത്തനമാണ് ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്തത്, അവിടുത്തെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്, സ്വജീവിതത്തിലേക്കൊന്ന് ചേർത്തു വെച്ച് പതിവാക്കിയപ്പോൾ പാരത്രികമായ ലോകത്ത് പടച്ച റബ്ബിന്റെ കോടതിയിൽ പ്രൗഢമായ സ്ഥാനത്തിലേക്ക് അത് കാരണമായി ഉയർത്തപ്പെടുകയാണ്. ചെറുതായി കാണുന്നതിന് വലിയതായ ദറജയാണ്. സഹോദരാ, സഹോദരീ, ജീവിതത്തിൽ പകർത്താനുള്ള ചെറിയ ചെറിയ കാര്യങ്ങള്, അതിൽ പെട്ടതാണ് ഒരു ദിവസം എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നത്. മൂന്നാമത്തെ ഒരു കാര്യമോ, എത്ര വലിയ തിരക്കുണ്ടെങ്കിലോ ഈ തിരക്ക് അവസാനിക്കുന്നൊരു സമയമുണ്ട്. എല്ലാവരും ഉപേക്ഷിച്ചു പോകുന്ന സമയമുണ്ട്. ആരും കൂടെ നിൽക്കാത്ത ഘട്ടമുണ്ട്. ആരും പരിഗണിക്കാത്ത സന്ദർഭമുണ്ട്. മോനെ, മോളെ, അത് വരുമ്പോഴേക്ക് ചിലതൊന്ന് സമ്പാദിച്ചു വെക്കണം. ആ വരുന്നതിന് മുമ്പ് മുത്തുനബിയെ പരിഗണിച്ചാലോ, ഹബീബിന്റെ തിരുചര്യയെ പരിഗണിച്ചാലോ, നാളെ ഒറ്റയാനായി 6 അടി മണ്ണ് കിടക്കുമ്പോ അതാ വരുന്നു സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആ തങ്ങളെ കാണിച്ച് ചോദിക്കുന്നുണ്ട്, ഇതാരാ മോനെ? ഈ മനുഷ്യനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓ സഹോദരാ, പെങ്ങളെ, ഒരാളും തുണയില്ലാത്ത സമയത്ത്, ആരും പറഞ്ഞു തരാനില്ലാത്ത ഘട്ടത്തില്, വല്ലാത്ത പേടിക്കപ്പെടുന്ന സാഹചര്യത്തില്, ലോകാനുഗ്രഹിയായ പ്രിയപ്പെട്ട പ്രവാചകര് നമ്മുടെ കൺമുന്നിൽ കാണിക്കപ്പെട്ടിട്ട് ഇതാരായി മനുഷ്യനെന്ന് ചോദിക്കുമ്പോ ആ ഹബീബിനെ ഒന്ന് അനുഭവിക്കണം, അവിടുത്തെ ഒന്ന് കാണണം, അവിടുത്തെ ഒന്ന് ആസ്വദിക്കണമെന്ന് ജീവിതകാലത്ത് തീരുമാനിച്ച് അവിടുത്തെ തിരുചര്യയിൽ നിന്ന് ചില ചെറിയ കാര്യങ്ങളെങ്കിലും ആ ലക്ഷ്യത്തോടെ മുറുകെ പിടിച്ച് ജീവിച്ചവനാണോ? ആ സമയത്ത് പറയാം അഭിമാനത്തോടെ, ഹാദാ റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ ദൂതരായ മുത്തുനബിയാണ്. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ആ ഖബറിൽ കിടക്കുമ്പോ ഹബീബിനെ കാണിച്ചു തരുമ്പോ അങ്ങനെ പറയാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്നേഹജനങ്ങളെ, ആ ഭാഗ്യം കിട്ടണോ? 5 നേരത്തെ നിസ്കാരത്തിനു ശേഷം അവിടുന്ന് പഠിപ്പിച്ച അദ്കാറുകളൊന്നു ചൊല്ലാൻ ഏത് തിരക്കുള്ള സമയമാണെങ്കിലും ശ്രമിക്കണം കേട്ടോ. അങ്ങനെ ശ്രമിച്ചാൽ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ തീർച്ചയായും നമുക്കതിന്റെ ആനന്ദം ലഭിക്കും. എവിടെ? സ്വർഗീയ ലോകത്ത് അതിന്റെ ആനന്ദം ലഭിക്കും. ആഖിറത്തിൽ അതിന്റെ ആനന്ദം ലഭിക്കും. ഭൗതികമായ ലോകത്തും അതിന്റെ ആനന്ദം ലഭിക്കും. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സാധിക്കും. സഹോദരങ്ങളെ, കണ്ടോ മഹാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾക്ക് വലിയ പ്രയാസം നേരിടേണ്ടി വന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഭരണം നടത്തുന്ന കാലത്താണ്, ഹജ്ജിന്റെ അമീറായതാണ്. അപ്പോഴാണ് അറിയാം മഹാനവർകൾക്ക് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ധാർഷ്ട്യത്തെ.
പക്ഷേ മുത്തുനബിയോട് ഇത്തിബാഇനെ പതിവാക്കുന്ന മഹാനായ മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളുടെ തീരുമാനം എന്താണ്? ലോകാനുഗ്രഹിയായ പ്രിയപ്പെട്ട പ്രവാചകർ എങ്ങനെയാണോ ഹജ്ജിന്റെ കാര്യങ്ങൾ കാണിച്ചു തന്നത് അത് പ്രകാരം ചെയ്യുമെന്നാണ്. പക്ഷേ പലയിടങ്ങളിലും ആര് വന്നില്ല? ഹജ്ജാജ് ഇബ്നു യൂസുഫ് വന്നില്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പരിഗണിക്കാതെ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ പോയപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫിന് അതാ ദേഷ്യം വന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന മാനസികാവസ്ഥയിലെത്തി. അപ്പോഴാണ് മിനയിൽ പാർക്കുന്ന 3 രാത്രികൾ അവിടെ എത്തിയപ്പോൾ തന്റെ സൈനിക മേധാവിയെ വിളിച്ചിട്ട് നല്ല മൂർച്ചയുള്ള കഠാര കൊടുത്ത് അതിലേറ്റവും കാഠിന്യമുള്ള വിഷമൂട്ടിയിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് ടെന്റിലാണ് അമീറാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളുള്ളത്. അവിടെ പോയിട്ട് അയാളുടെ കഥ കഴിക്കണമെന്നാണ്. ഈ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിച്ച് നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. പാതിരാത്രി ടെന്റിന്റെ പരിസരത്തു ചെന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ കൊല ചെയ്യാനുള്ള ആസൂത്രണമാണ്. മഹാനവറുകൾ പാതിരാത്രി വരെ തഹജ്ജുദ് നിസ്കാരത്തിലാണ്. അപ്പോഴാണ് ഈ പടൽ കയറിയിട്ട് കയ്യിലുള്ള കടാര കൊണ്ട് ആഞ്ഞു കുത്തുന്നത്. ആ കുത്തെവിടെയാ കൊണ്ടത്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ കാലിലാ കൊണ്ടത്. അതങ്ങ് അതേ കയറിപ്പോയി. ഉടനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾക്ക് മനസ്സിലായി ഇത് ഹജ്ജാജിന്റെ പണിയാണ്. ഒറ്റ ചിന്തയാണ്, എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ ഇത്തിബാ ചെയ്തുകൊണ്ട് ഈ കർമ്മത്തിന് നേതൃത്വം നൽകിയതിന് അതിന്റെ മുന്നിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിനുണ്ടായ അനിഷ്ടമാണ്. എന്റെ ഹബീബിനെ ഇത്തിബാ ചെയ്തതിന്റെ പേരിൽ എന്നെ കൊല്ലുകയോ? അത് പറ്റൂല. മഹാനവറുകൾ കടാര വലിച്ചിങ്ങൂരിയിട്ട് കൽബ് മദീനയിലേക്ക് തിരിച്ചിട്ട് ഒറ്റ വിളിയാണ്, അങ്ങയുടെ തിരുചര്യയെ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഈ ദാഷ്ട്യമുള്ള രാജാവിന്റെ കടാരക്ക് കീഴൊതുങ്ങിയിട്ട് ഞാൻ മരിച്ചൂടാ. അതുകൊണ്ട് ഈ സമയം ഒന്ന് രക്ഷപ്പെടണം എന്ന് ആലോചിച്ച് കയ്യവിടെ മുറിയിൽ ചേർത്ത് വെച്ച് വിളിച്ചു, യാ മുഹമ്മദോ, യാ മുഹമ്മദോ, യാ മുഹമ്മദോ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. മദീനയിലേക്ക് മനസ്സ് കണക്ട് ചെയ്തിട്ട് ഹബീബിനെ സ്നേഹത്തോടെ ഒന്ന് വിളിച്ചപ്പോ അനുധാവനത്തിന്റെ ആത്മീയമായ തലത്തിൽ നിന്ന് കൽബ് ചേർത്തു വെച്ചങ്ങ് വിളിച്ചപ്പോ മുറിയങ്ങ് കൂടിയതാണ്, വേദനയങ്ങ് അവസാനിച്ചതാണ്. പിന്നെയും ജീവിതമാണ്. പ്രതിസന്ധികളെ മുഴുവനും മറികടക്കാനുള്ള വഴി അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് ഇത്തിബാ ചെയ്ത് ഈ ലോകത്തെ ജീവിതത്തെ ക്രമീകരിക്കലാണ്. ഖൽബ് മദീനയിലെത്തിയോ? ഹബീബിനോടുള്ള ഇഷ്ടത്തിന്റെ ഒരു പ്രതികരണത്തെ വായിച്ചെടുത്തോ? ഇത്തിബാഇന്റെ സൗന്ദര്യത്തെ അനുഭവിച്ചോ? ആ ഇത്തിബായിൽ അതേറ്റവും കാർക്കശ്യം കാണിച്ച മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ പരിചയപ്പെട്ടോ? എങ്കിലൊന്ന് കണക്ട് ചെയ്യാം മദീന മുനവ്വറയിലേക്ക്. നിങ്ങളെ കൽബ് പച്ചക്കുബ്ബയുടെ ചാരത്തെത്തിയോ? മസ്ജിദുൻ നബവിയുടെ പരിസരത്താണോ? മദീനയിലെ ഈത്തപ്പന മരങ്ങളെ കാണുന്നുണ്ടോ? ഉഹദ് പർവതത്തിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടോ? അതേ മസ്ജിദുൻ നബവിയുടെ മിനാരങ്ങൾ മനസ്സിലുണ്ടോ? വരുമോ ഇലാ റസൂലില്ലാഹ്? മുത്തുനബിയിലേക്ക് ഒന്നെഴുന്നേറ്റ് നിന്നാൽ സന്തോഷമാണ് പുരുഷന്മാർ. നമുക്ക് കൽബ് ചേർത്ത് വെച്ചൊരു സലാം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സയ്യിദ് അവരുടെ പ്രാർത്ഥനയിലേക്ക് കിടക്കാം. അല്ലാഹു ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ടാ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഹബീബിന്റെ പൊരുത്തമൊന്ന് കിട്ടിയെങ്കിലോ എന്ന് കൊതിച്ചിട്ടാ സംസാരിച്ചത്. അവിടുത്തെ വിശുദ്ധമായ തിരുചര്യയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇന്നത്തെ രാത്രി മുതൽ പകർത്തിയിട്ട് അവിടുത്തോടൊരു സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുമോ? അതിനുവേണ്ടി ഒരു പ്രതിജ്ഞ എടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടാ നമ്മൾ ഇവിടെ ഇരുന്നത്, നമ്മൾ ഇവിടെ സംസാരിച്ചത്. ആ ഒരു
ദൗത്യത്തിന് വേണ്ടി ഹബീബിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ലഭിക്കണം. അവിടുന്ന് നമ്മെ ഒന്ന് നോക്കണം, ആ കാരുണ്യത്തിന്റെ സ്പർശം ഒന്ന് അനുഭവിക്കണം. എങ്കിലേ റാഷിദിന് രക്ഷയുള്ളൂ, നമുക്ക് ഓരോരുത്തർക്കും രക്ഷയുള്ളൂ. വരുമോ ഇലാ റസൂലില്ലാ ബാബുസലാമിലൂടെ കയറി വന്നാൽ കാണാം ഹുജ്റത്തു ശരീഫയുടെ സുന്ദരമായ ഗ്രില്ലുകളെ, സ്വർണ്ണ നിറമുള്ള ഗ്രില്ലുകളെ. അതിലേക്കൊന്ന് നോക്കിയാൽ 3 ദ്വാരങ്ങളെ കാണാം. നമ്മുടെ മനസ്സെവിടെയാണോ, കൽബെവിടെയാണോ, ആ ദ്വാരങ്ങൾക്ക് അഭിമുഖമായി കിടക്കുന്നതാരാണ്? ഈ നാട്ടിൽ അന്തിയുറങ്ങുന്ന മഹാനവറുകളെ പേരിൽ സംഘടിപ്പിച്ച ഉറൂസിന്റെ മജ്‌ലിസിൽ ഒരുമിച്ചു കൂടിയ സാധുക്കളായ മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട നമ്മെ കാണുന്ന അനുഭവിക്കുന്ന ലോകത്തിന്റെ നേതാവുണ്ടവിടെ. അകലങ്ങളിൽ നിന്ന് അനുയായികളെ സ്വലാത്ത് സലാമു ചൊല്ലുമ്പോ അതനുഭവിക്കുന്ന അനുഗ്രഹീതരായ പ്രവാചകരുണ്ടവിടെ. അവിടത്തേക്കൊന്ന് മനസ്സ് ചേർത്ത് വെക്കുമോ? ഹുജ്റത്തു ശരീഫയിൽ സന്തോഷത്തോടെ വിശ്രമിക്കുന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദിൽ മുസ്തഖീൻ, ശംസുൽ ആരിഫീൻ, സിറാജിസ് സാലികീൻ, മിസ്ബാഹിൽ മുഖറബീൻ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഗുറബാഇ വൽ മസാകീൻ, സയ്യിദുൽ ثقلين نبي الحرمين إمام القبلتين وسيلتنا إلى الله الحنان المنان سيد الأبرار محمد رسول الله. എല്ലാവരും അതോടെ ഒരു സലാം പറഞ്ഞോളൂ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا حبيب الله يا خليل الله. അല്ലാഹുവേ, ഞങ്ങളിതാ റൗള ശരീഫിലേക്ക് സ്വലാത്ത് സലാം പറഞ്ഞയച്ചു. നീ അതാ ഹജ്റത്തു ശരീഫയിലെത്തിക്കണം റഹ്മാനെ. തിരിച്ചവിടുന്നുള്ള സലാം സാധുക്കളായ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെ പാപങ്ങൾ നീ മുത്തുനബിയുടെ ഹക്ക് കൊണ്ട് പൊറുക്കണം റഹ്മാനെ. ജീവിതത്തിൽ അവിടുത്തെ ഇത്തിബാ ചെയ്ത് അതിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണം റഹ്മാനെ. പ്രയാസങ്ങൾ പ്രതിസന്ധികളേറെയുള്ള കാലത്ത് ഞങ്ങളുടെ സർവ്വ പ്രയാസങ്ങളും ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹരിച്ചു തരണേ അല്ലാഹ്. അവിടുത്തോടുള്ള മഹബ്ബത്ത് ഖൽബിൽ വർദ്ധിപ്പിച്ച് 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 ആ ഇഷ്കിൽ അങ്ങ് ലയിച്ച് മദഹിലും അതേ അവിടുത്തെ ഇഷ്കിലും അങ്ങ് ലയിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. കയ്യൊഴിക്കല്ലേ അല്ലാഹ്. നിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താക്കല്ലേ അല്ലാഹ്. സർവ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ അല്ലാഹ്. ശർറിന്റെ വാതിലുകൾ മുഴുവനും അടക്കണേ അല്ലാഹ്. ദുനിയാവ് ആഖിറവും ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തണയാൻ അവസരം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ ഉമ്മ വപ്പമാര്, ഉസ്താദുമാര്, ബന്ധുജനങ്ങൾ, പ്രവർത്തകര്, നേതാക്കൾ പലരും, പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് സിനാൻ അടക്കം എല്ലാവരെയും സ്വർഗത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സന്തോഷത്തിൽ ഒരുമിപ്പിക്കണം അല്ലാഹ്.
ഞങ്ങളെ മജ്‌ലിസും ഞങ്ങളെ സംഘടനാ പ്രവർത്തനങ്ങളും ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ ഉപകാരപ്പെടുന്നതാക്കി തരണേ അല്ലാ. മരിച്ചു കഴിഞ്ഞ് ഖബറിൽ കിടക്കുമ്പോൾ ഈനാസാക്കി തരണേ അല്ലാ. ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ അല്ലാ. ഇവിടെ അന്തിമശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ എല്ലാ പൊരുത്തവും നൽകാതെ ഞങ്ങളെ ഇവിടെ നിന്ന് തിരിച്ചേക്കല്ലേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സയ്യിദ് അവറുകളോട് പ്രത്യേകിച്ചും എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.